എടാ നമുക്ക് ഈ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു അപ്പിയറൻസും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിൽ വരുന്നത്. പക്ഷെ ഇപ്പോ റീസെന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ അവരെ നോക്കിക്കാണുന്ന വിധത്തിൽ ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ ഉള്ള പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അവരുടെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ആ ഒരു ഇന്നസെൻസ് മാറി നിന്നിട്ട് ഒരുപാട് മോറലി ഒട്ടും മാച്ചാവാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ തോന്നുന്നു. ഇപ്പൊ എല്ലാ അമീറിന് കുട്ടികളും ജനറലൈസ് ചെയ്ത് പറയുകയാണോ അതോ ജനറലൈസ് ചെയ്തല്ല, പക്ഷെ ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഇവർക്ക് കുറച്ചുകൂടി അറ്റൻഷൻ വേണ്ടി വരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്യാന്നുള്ള കുട്ടികളെ നിഷ്കളങ്കമായിട്ടാണ് ഒരു കാര്യങ്ങളെല്ലാം അപ്രോച്ച് ചെയ്യുന്നുള്ള ഒരു തോട്ടം നിന്ന് മാറി പക്ഷെ ചിന്തിക്കേണ്ട വരുന്നു. അതൊക്കെ ഒരു ഏജ് ലിമിറ്റ് ഇല്ലേ? ഏറി വന്ന ഒരു 10 വയസ്സിന്റെ മുകളിലെ കുട്ടികളൊക്കെ നിഷ്കളങ്കമായിട്ടൊന്നും ഇത്ര ഇത് തോന്നുന്നില്ല. ജനറേഷൻ ഗ്യാപ്പിനെ പറ്റി മെൻഷൻ ചെയ്യുന്നൊന്നല്ലല്ലോ. ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ച് മെൻഷൻ അതെന്തായാലും ഉണ്ട്. ചെയ്യുന്നില്ല. നമുക്കും ഇപ്പൊ പ്രായമായിട്ടുള്ള ആൾക്കാർ കാണിക്കുന്നതൊന്നും നമുക്കും അതെ ആക്സെപ്റ്റബിൾ അല്ല. എന്തൊക്കെയാ ഇവര് ചെയ്യുന്നത് നമുക്ക് തോന്നിയിട്ടുണ്ട്. അത് അതേപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ആ താഴത്തെ പിള്ളേർക്ക് നമ്മളിൽ കുട്ടികളും തോന്നിയിട്ടുള്ളത് നമുക്ക് തോന്നുന്നു. അതാണോ ഈ പറയണേ? ആ അല്ല, കോണ്ടെക്സ്റ്റിൽ ഇപ്പൊ മിഹറിന്റെ ഒരു കേസ് ഒക്കെ ഉണ്ടാകുമല്ലോ. ഒരു കുട്ടി റാഗിങ്ങിന്റെ റാഗിങ്ങിന്റെ ബേസിൽ ആ കുട്ടി ടോയ്ലറ്റിൽ തല വെച്ചു ആ അതിന്റെ ആ ഇമ്പാക്റ്റിൽ ആ വെച്ച് സൂയിസൈഡ് ചെയ്തതാണ്. ആ ഇമ്പാക്റ്റില് കുട്ടി മരിച്ചു. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ളവരുടെ വാട്സപ്പ് ചാറ്റുകള് ഒട്ടും ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറിങ് പറയുന്നുണ്ടല്ലോ, നമുക്ക് ഒരു ഗിൽറ്റ് തോന്നും. പക്ഷെ അവര് ആ സംസാരിച്ച രീതിയും കാര്യങ്ങളൊക്കെ ആകുമ്പോ ഇവരെങ്ങനെ അത് അത്തരത്തിലുള്ള ഒരു ടോക്ക് അവർക്ക് കൊണ്ട് നടത്താൻ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല. ആ ചാറ്റിൽ പറഞ്ഞ് ഫക്ക് ദാറ്റ് നിഗ്ഗ ജസ്റ്റ് ഡൈഡ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒട്ടും ഗിൽറ്റി അല്ലാത്തൊരു ഗിൽറ്റി അല്ല, ഒരു കൈൻഡ് ഓഫ് സെലിബ്രേഷൻ അവർ അവിടെ ചെയ്യുന്നു. ആ ചാറ്റിൽ മൊത്തം മനസ്സിലാവുന്ന പറയുന്നത്. എങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഇത് ഒരു റാഗിങ്. നമ്മളിപ്പോ സ്കൂളിൽ റാഗിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത് ഒരു ടോയ്ലറ്റിൽ പോയി ഇങ്ങനെയൊക്കെ ഫ്ലഷ് ചെയ്യുക, അത്തരം അത് കുടിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബ്രൂട്ടാലിറ്റിയാണ്. ക്ലോസിനകത്ത് അല്ല, ഞാൻ എക്സാക്ട്ലി അതിന്റെ രണ്ട് സൈഡ് പറഞ്ഞു. പ്രശ്നമുള്ള ആളുടെയും അതേപോലെ തന്നെ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെയും. അതായത് ചെയ്തതിന്റെ എന്തായിരുന്നു റീസൺ എന്നോ എന്തെങ്കിലും വല്ല റീസൺ ഇല്ലാതെ വെറുതെ ചെയ്യുന്നു. റാഗിങ് ഒരു കാരണവുമില്ല. എടാ, റാഗിങ് നിറത്തിന്റെ പേരിലൊക്കെ ഭയങ്കര അത്തരത്തിലുള്ള കമന്റ്സ് ഒക്കെ വെച്ച് ഭയങ്കരമായിട്ട്. പിന്നെ ഫ്രണ്ട്സിന്റെ ഈ മരിച്ച കുട്ടിയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിരുന്നു എന്ന് അറിയുന്നത്. അപ്പോ സ്കൂളുകാരും എല്ലാ അവരുടെ കുട്ടികളും ജൂനിയേഴ്സിനെ എല്ലാവരെയും റാഗ് ചെയ്തിരുന്നു. അതിനകത്ത് ഒരാൾ മാത്രമാണ് അവൻ ഇയാളെയാണ് പർട്ടിക്കുലർ ആയിട്ട് കൂടുതലായിട്ട് ചെയ്തിരുന്നു. ടാർഗറ്റ് ചെയ്തിരുന്നു. ആ കുട്ടിക്ക് അത് താങ്ങാൻ പറ്റിയില്ല. സ്കൂളുകാരെ എതിർത്തു കാര്യം അവർക്ക് അവരുടെ റെപ്യൂട്ടേഷന്റെ ഭാഗമായിട്ട് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടായിട്ടില്ല, സംഭവിക്കില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ റൈൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഒരു യൂഷ്വലി നമ്മുടെ സമയത്തൊക്കെ, നമ്മുടെ സമയത്തൊന്നല്ല, കോളേജിൽ കയറുന്ന സമയത്ത് നമ്മുടെ ഭാഷകാര് ഏതെങ്കിലും ഒരു കുട്ടീനെ റാഗ് ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഒരുമിച്ച്, കോളേജിലൊക്കെ അതായത് ഒരു ബാച്ച് വൈസ് എങ്കിലും അറ്റ്ലീസ്റ്റ് പ്രശ്നം ഉണ്ടാക്കാനെങ്കിലും ശ്രമിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു പറയും. അപ്പൊ അതും ഇല്ല ഇവിടെ നിന്നും. അതൊക്കെ ഒരു കോളേജ് ഇപ്പൊ ഓരോരുത്തരും ഒരു സ്ട്രെങ്ത് പോലെ ഈ കുട്ടികൾ തന്നെ അത് ഇത്ര ഹാർഡായിട്ട് ചെയ്യാന്നുമ്പോ പിന്നെ ഇതേപോലെ തന്നെ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ട്രോമാസ് കൊച്ചുങ്ങളെ എഫക്ട് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ ഇമോഷണൽ ആയിട്ടുള്ളതാണെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ളതാണെങ്കിലും കൂടുതൽ ഇപ്പൊ ഈ പറഞ്ഞില്ലേ റാഗ് ചെയ്ത കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ ഇമോഷണൽ സ്റ്റാറ്റസ് തന്നെ ഒന്നില്ലെങ്കിൽ ഇവരുടെ പാരന്റ്സ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവരെ തന്നെ ഈ പറഞ്ഞ റാഗ് ചെയ്യപ്പെട്ട കുട്ടികളുടെ തന്നെ പോസിബിലിറ്റീസ് ആട്ടോ ഈ പറഞ്ഞ തന്നെ ബീറ്റിങ്ങോ അല്ലെങ്കിൽ ഫിസിക്കലി ഇഞ്ചറി ഇവരുടെ കെയർ ഗിവേഴ്സ് എന്തെങ്കിലും ഇവർ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവായിരിക്കും. സെക്ഷലി യൂസ് ചെയ്യുന്ന കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ ട്രോമറ്റൈസ് ചെയ്യുന്ന ഇൻസിഡൻസ് തന്നെ ആയിരിക്കും ഇവർക്ക്. ഇതിപ്പോ ഞാൻ വേറൊരു മുംബൈയിലെ മറ്റു കുറച്ച് ക്രൈംസ് കൂടുന്നതിന്റെ കേസിന് ഭാഗമായിട്ട് അപ്പൊ അവിടുത്തെ കുറച്ചൊരു ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് ഇത്തരം കാര്യങ്ങളാണ്. അപ്പോ ഈ ക്രൈമിന് യൂസ് ചെയ്യുന്ന കുട്ടികൾ എന്ന് പറയുന്നത് വലിയ വലിയ ഗ്യാങ്ങുകൾ കുട്ടികളെ വെച്ചിട്ടാണ് ഇത്തരം ക്രൈംസ് ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സംഷൻ കിട്ടാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് അവർക്ക് ഇറങ്ങാൻ പറ്റും ചെയ്യും. അപ്പൊ ഇവരുടെ ഈ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അത്ര ഇപ്പം പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേരൻസ് തമ്മിൽ പ്രശ്നമാണ്. വീട്ടിൽ ഭയങ്കര അബ്യൂസിങ് കാര്യങ്ങളാണ്. വയനാട് ഒരു ഉമ്മാനെ മകൻ ക്യാൻസർ പേഷ്യന്റ് റേഡിയേഷൻ സർജറി കഴിഞ്ഞിരിക്കുന്ന 20 വെട്ട് വെട്ടി, എത്ര വെട്ട് വെട്ടി എന്നൊക്കെ പറഞ്ഞ് വെട്ടിക്കൊന്നു. അത് ഡ്രഗ് ബേസ്ഡ് കാര്യങ്ങൾ അഡിക്റ്റീവ് പക്ഷെ ആണ്. അവരുടെ നീ മറ്റേ ചൈൽഡ്ഹുഡ് ട്രോമ പറഞ്ഞപ്പോഴാ അവരുടെ പറഞ്ഞ പോലെ വളരെ ചെറുപ്പത്തില് ഡിവോഴ്സ് ആണ്, സെപ്പറേറ്റഡ് ആണ്, അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ജീവിക്കണ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു അതില്. അല്ല, ഇതൊക്കെ ഇമ്പാക്ട് ചെയ്ത് തന്നെ ഇമോഷണൽ സ്റ്റാറ്റസിനെ തന്നെ. ഇപ്പൊ നമുക്ക് ഭയങ്കര വളരെ ഇമോഷണൽ തോന്നുന്ന ചെറുത് കാര്യം എന്റെ ജന്മം തന്നതിന് വേണ്ടിയിട്ട് കൊന്നുള്ള അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പിടിച്ച സമയത്തും അവൻ മിക്കവാറും നന്നായിട്ട് ആ ഒരു ഇതിൽ തന്നെ ആയിരിക്കണം. ഡ്രഗ് അബ്യൂസ് ചെയ്തിരുന്ന അപ്പൊ ഒരു സെൻസിബിൾ ആയിട്ടുള്ള വർത്താനവും കാര്യങ്ങളൊക്കെ ഇതിപ്പോ ഈ കുട്ടികളിപ്പോ അറിയില്ല ഇത്ര കണ്ടന്റ്സ് അബ്യൂസീവ് കണ്ടന്റ്സ് യൂസ് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. എന്നിട്ടും ചെയ്യാന്ന് പറയുമ്പോ അത് ഡ്രഗ് ഒക്കെ കുറച്ചുകൂടെ പിന്നെയും ഏറെക്കുറെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ അതല്ല, അതിനും ഈ ബാക്കിലോട്ട് പോകുമ്പോഴേ
ഒക്കെ കാരണം ഒരു ഫാമിലിയിലത്തെ ഇഷ്യൂസ് തന്നെയാണ് കൂടുതൽ സർക്കിൾ ചെയ്യുന്ന പറയാ. ഉം. ഇപ്പോ ചെറുപ്പത്തിൽ അത് തന്നെ മാത്രാണോ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ അതിന് ഇമോഷണൽ ആയിട്ടുള്ള നീഡ്സിനൊന്നും ഇപ്പൊ എല്ലാത്തിനും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ഫാമിലി മെമ്പേഴ്സ് ആണെന്ന് വെച്ചോ. അതായത് അച്ഛനും അമ്മയും ഇപ്പൊ ജോലിക്കാരായിരിക്കും. കൊച്ചുങ്ങളുടെ ഇമോഷണൽ നീഡ്സ് ഒന്നും അവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. എന്തെങ്കിലും ആവശ്യം പറയുമ്പോൾ അത് കേൾക്കുന്നേ ഇല്ല. അതായത് കൊച്ചിന് പറയാൻ ഒരു സൊല്യൂഷനും ഇല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന കൊച്ചുങ്ങള് കേൾക്കാൻ ആളില്ലാത്ത സിറ്റുവേഷൻ. സ്വാഭാവികമായിട്ടും കൊച്ചു പിന്നെ ഇതെല്ലാം ഉള്ളിൽ കൂട്ടി കൂട്ടി വെച്ച് എവിടെയെങ്കിലും ഒരു പിയർ ഗ്രൂപ്പായിട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ എന്താ ഇവനിങ്ങനെ ഡ്രഗിനെ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞ ലേബലും കിട്ടിക്കാണും. പിന്നെ പോരാത്തത് ഇവൻ അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പ്സ് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി തുടക്കത്തിൽ ഒരു പ്ലഷറിന് വേണ്ടി അറ്റൻഷൻ സീക്കിന് വേണ്ടിയിട്ടും ഞാൻ ഈ കൂട്ടത്തിന്റെ കൊ- ഭാഗമാണെന്നുള്ളത് തെളിയിക്കാൻ എങ്ങനെയെങ്കിലും വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഇവനൊന്ന് ഒന്ന് ഷെയർ ചെയ്യപ്പെടണമല്ലോ. വീട്ടിൽ ഷെയർ ചെയ്യപ്പെടുന്നതിന് പകരം ഇവൻ നേരെ പോയിട്ട് ഷെയർ ചെയ്യുന്നവന്റെ ഈ പിയർ ഗ്രൂപ്പില് ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ഇതൊക്കെ എന്തൊക്കെയാ ബാക്കിയുള്ള ഡ്രഗിന്റെയും കൂടി അങ്ങനെ കൂടി ചെയ്താലേ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതിന്റെ അഡിക്റ്റ് പോലെയായി. തുടക്കത്തിലൊക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ടൊക്കെ യൂസ് കിട്ടാത്ത ഇമോഷണൽ ചെയ്യായിരിക്കും. അറ്റൻഷനും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടും പിന്നെ ചെയ്യും. ടോട്ടലി ഇവന്റെ തന്നെ ബിഹേവിയർ പാറ്റേണും മാറും. ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനത്തതൊക്കെ ആണെങ്കിൽ ഓക്കെ. ഈ പറഞ്ഞതില്ലേ ഇമോഷണലെസ് ആയിട്ടൊക്കെ നിക്കണമെങ്കിൽ എന്ന് പറയില്ലേ. പിന്നെ കൊച്ചുങ്ങളിൽ പലപ്പോഴും ഈ പറഞ്ഞ ബിഹേവിയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പാരന്റ്സ് പ്രോപ്പർലി മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ സമയത്തൊക്കെ എത്രത്തോളം നമ്മളിപ്പോ കിടന്ന് കരഞ്ഞാൽ പോലും അത്യാവശ്യം പാരന്റ്സ് വേണ്ട കാര്യങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഈ അതായത് ന്യൂക്ലിയർ ഫാമിലിയുടെ ഓവറായിട്ട് കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് ഇതില്. ഓവറായിട്ട് നമുക്ക് കുറച്ചുകൂടി ഷെയർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കൂട്ടുകുടുംബത്തിലും കൂടി ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് നമ്മള്. അതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാനും പിടിക്കാനും അതുണ്ട്. ഞാൻ വേറൊരു സംഭവം കേട്ടെന്ന് പറയോ, നമ്മളിപ്പോ നമ്മൾ ഈ അയൽക്കാർ വന്ന് അഭിപ്രായം പറയാ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം കുട്ടികളുടെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ പോസിറ്റീവ് സൈഡും കാണുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ചില അനാവശ്യമായ ആക്ടിവിറ്റീസ് അവർ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോ ഈ ശല്യം എന്ന് പറയുമ്പോൾ പോലും അവർ ഇത്തരം കാര്യങ്ങൾ വീട്ടുകാരെ ഇൻഫോം ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ അവർ ശ്രദ്ധിക്കാൻ ഒരു കാര്യമാവും. അപ്പോ അത്തരത്തിലുള്ള ഹെൽപ്പ് ഇപ്പത്തെ സാഹചര്യത്തിലില്ല. ഇപ്പൊ ഫ്ലാറ്റുകളിൽ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അപ്പുറത്തെ ആരും കൂടി ഒരാൾ അറിയില്ല. മരിച്ചു കഴിഞ്ഞാൽ പോലും അറിയുന്നില്ല. അത്രയും അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ കുട്ടികൾക്ക് കിട്ടേണ്ട ഒരു അറ്റൻഷൻ ഒട്ടും കിട്ടാതെ ആവുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ചില കുട്ടികളുണ്ട്, വളരെ ചെറിയ കുട്ടികൾ, നമുക്ക് കണ്ടത്തിൽ ഒരു 5-6 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അത്തരം കുട്ടികൾ പബ്ലിക്കായിട്ട് ഇരുന്ന് പച്ചത്തെറി വിളിക്കുന്നത്, അത് ഭയങ്കര സന്തോഷപൂർവ്വം വീട്ടുകാരെടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ആ കുട്ടി വളരുന്നൊരു സാഹചര്യം സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഭയങ്കര ടോക്സിക് ആയിട്ട് ഈ തെറി പിടിച്ചിട്ടല്ലല്ലോ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. അങ്ങനെ ആൽക്കഹോളൊക്കെ അബ്യൂസ് ചെയ്തിട്ടുള്ള പാരന്റ് എന്തൊക്കെ അമ്മേനെ സംസാരിക്കും. തല്ലുന്നു. അത് കേൾക്കുമ്പോഴുള്ള തെറികൾ, ആ തെറി എല്ലാം കൊച്ചു ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഇവർക്ക് അർത്ഥം അറിഞ്ഞിട്ടൊന്നും വിളിക്കണം പിന്നെ നിർബന്ധമില്ല. അതിന്റെ കൂടെ വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് നല്ല വൈറലായി എല്ലാ ആളുകളും കാണുന്നു ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ ഇത് കാണുന്ന ആ സെയിം ഏജ് കാറ്റഗറിപ്പെട്ട ഒരു കുട്ടിക്കും അതൊരു മോട്ടിവേഷൻ ആവില്ലേ. ഇതിട്ട് എന്തോ ഒരു അറ്റൻഷൻ കിട്ടും, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, നന്നായിട്ട് ചിരിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഇപ്പൊ അതൊരു പോസിറ്റിവിറ്റി അല്ലേ. എന്ത് കാണിച്ചിട്ടും അറ്റൻഷൻ സീക്ക് ചെയ്ത് പിന്നെ അത് വേറെ രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ലെവലൊക്കെയാണ്. ഇപ്പോൾ ഈ തൊപ്പിയൊക്കെ ചെയ്ത ഒരു മെത്തേഡ് പറയുന്നത് ഇപ്പൊ അയാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മാറുന്നതാണ്. കുറച്ചുകൂടി ഏജുള്ള ആളായതുകൊണ്ട് ഓക്കെ ഇങ്ങനെ ഒരു സാധനം ഇനീഷ്യലി ഒരു നെഗറ്റീവ് സാധനം വന്നിട്ട് ബെറ്റർ ആക്കാന്ന് സത്യം ചിന്തിക്കുന്നുണ്ട്. മൂപ്പരുടെ ലൈവിലൊക്കെ കാണിക്കുന്ന ഓരോന്നൊക്കെ മറ്റേ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലെ ഓരോ മീം പോലൊക്കെ കാണിച്ചിട്ടുള്ളത് സ്ട്രീം വെറുതെ ചെയ്താണ് തെറി പറയുക. അതായത് പബ്ലിക്കായിട്ട് ഏതൊക്കെ ഒരു ഉദ്ഘാടനത്തിനൊക്കെ പോയിട്ടൊക്കെയാണ് ആ തെറിപ്പാട്ട് എന്തോ പാടി. എന്തൊക്കെയോ അതൊന്നും പാട്ടടാ. അതൊക്കെ കേസായല്ലോ. എങ്ങനെ പാടാൻ അത് പറ്റുന്നുള്ളത് കേസുമായി. എനിക്ക് പക്ഷേ ഈ ഇതൊക്കെ പിള്ളേരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ആ തൊപ്പിയുടെ മാസ് തൊപ്പിയുടെ ആ പ്രശ്നം കുറെ കേസും പോലീസും ഒക്കെ മൊത്തത്തിലുണ്ടാവില്ല. കേരളം ചെറിയ പിള്ളേര് കത്തിക്കും, പക്ഷെ അങ്ങനെ ആ ഇതിനകത്ത് ലെവലിലേക്ക്. ഇൻസ്റ്റാഗ്രാമിന്റെ പോളിസീസിൽ തന്നെ ഈ അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നതൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ പോലും അതൊക്കെ പോളിസീസ് ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുമ്പോൾ റിമൂവ് ചെയ്യപ്പെടില്ലേ ഈ വീഡിയോസ് ഒക്കെ? അത് ചില കുറച്ച് റീച്ച് എത്തുമ്പോഴത്തേന് ഇതൊക്കെ ഫോൺ പോവില്ലേ ഇത്? കണ്ടന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇഷ്ടംപോലെ അബ്യൂസീവ് കാണുന്നുണ്ട്. ആയിട്ടുള്ള അത് ഇതന്നല്ലേ? അറിയില്ല അതെങ്ങനെയാണ് ആ സാധനം വർക്ക് ചെയ്യുന്നത്. ഇത്തരം ടേംസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കണ്ടന്റ് ഒരുപാട് കാണുന്നുമുണ്ട്. അല്ല നമ്മളെന്താ പറയാ കുറച്ചുപേര് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവര് എന്തായാലും ഞാനൊക്കെ നോക്കില്ല വേറെ വീഡിയോ. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ വ്യത്യാസം തോന്നാനില്ല. അല്ല തെറിയുടെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതിപ്പോ എല്ലായിടത്തും പാടില്ല ഉള്ളതാണ്. എന്നുള്ളതല്ലേ. അല്ല പക്ഷെ ഇൻ എഫക്റ്റിൽ സാധനം വരുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. ഇനി ആളുകൾ എന്തെങ്കിലും ആയിക്കോട്ടെ സ്വൈപ്പ് ചെയ്ത് വിടുകയാണോ എന്താ അറിയില്ല, ചുമ്മാ കണ്ടോണ്ടിരിക്കുകയെന്ന് അറിയില്ല. പക്ഷെ അത്തരത്തെ കണ്ടത് നമ്മളൊക്കെ യാതൊരു ശരിക്കും പഞ്ഞുമില്ല. ഈ തെറിയൊന്ന് കേട്ടു തുടങ്ങിയതും ഇതൊക്കെ ഒരു സ്കൂളിലെത്തിയതിനു ശേഷമല്ല, അല്ലാണ്ട് ഇപ്പൊ സ്കൂളിലാകുമ്പോഴും മറ്റേ ടീച്ചർ പറഞ്ഞുണ്ട് വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരുന്നത് വീട്ടിൽ നിന്നല്ല, സ്കൂളിൽ നിന്ന് തന്നെ സ്കൂളിൽ പഠിക്കുന്നത്. വേറെ പഠിക്കുന്നത്. എവിടെ നിന്നും അല്ല അത്. പക്ഷെ ആ സ്കൂളിൽ നിന്ന് എങ്ങനെ അത് കിട്ടുന്നു എന്നുള്ളതില്ലേ അത് അത് കിട്ടുന്ന ഇതേപോലെ നമ്മുടെ ഈ തൊട്ട് പറഞ്ഞ സിമിലർ സീനിയേഴ്സ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സീനിയേഴ്സും സീനിയേഴ്സിന്റെ നിന്ന് കിട്ടിയിട്ട് നേരെ ഞാൻ പറയട്ടെ, താഴത്തേക്ക് വരുന്നു. പാരമ്പര്യമായിട്ട് അതേ പല കൾച്ചർ തന്നെ ഇവിടെ തലമുറകളായിട്ട്. ഇപ്പൊ ഈ എത്തുന്നു. പല വീട്ടിൽ നിന്നുള്ള ആളുകളെ വരുന്നത്. അതെ. കുട്ടികൾ ഇപ്പൊ ഇത്തരം പല സിറ്റുവേഷനിൽ വരുന്ന കുട്ടികളാണെങ്കിൽ ഇവർക്ക് ഇത് ശരി തെറ്റ് എന്നുള്ള അനലൈസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അതൊരു മോറൽ കോമ്പസ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല. ഇപ്പൊ നമ്മൾ ഈ ടിപ്പിക്കൽ ഈ സിനിമകളിൽ പറയുന്ന സംഭവമുണ്ട്,
പറയുന്നുണ്ട്. എന്താ ഹീറോ ആൻഡ് വില്ലൻ രണ്ടുപേർക്കും വരുന്ന സിറ്റുവേഷൻസ് ഒന്നായിരിക്കാം. പക്ഷെ അവരതെങ്ങനെ എടുക്കുന്നു എന്നതിനെ ബേസ് ചെയ്തായിരിക്കും ആ വ്യക്തി എങ്ങനെ വളർന്നു എന്നുള്ളത്. ഒരാൾ ചിന്തിക്കും ഒരിക്കലും ഒരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള സംഭവം ഞാൻ അനുഭവിച്ച് വരാൻ പാടില്ലാന്ന്. നമ്മളും കുറച്ച് വില്ലന്മാരെ ആരാധിക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ അപ്പൊ ഇഷ്ടമാണ് ചിലവര് കേട്ടോ. നല്ല ഹീറോസ് ആണെങ്കിൽ എനിക്ക് വന്നു ഇനി വേറെ ആയിട്ടും സംഭവിക്കരുത്. ഇത് ഇത് എനിക്ക് വന്നു മറ്റാൾക്ക് വന്നിരിക്കണം. അങ്ങനത്തെ മെന്റാലിറ്റി ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ വില്ലന്റെ സെലക്ട് കാര്യം ചെയ്യുന്നത്? പറഞ്ഞപ്പോഴാണ് അതേപോലെ തന്നെ ഒരു ഗുണ്ടന്നെയാ. തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു ഗുണ്ടന്നെ. പേര് പറയാൻ പറ്റി കഴിഞ്ഞാൽ പുലിവാലായിരിക്കും. എന്തോ പേര് പറഞ്ഞാലോ ഒരു കുഴപ്പമില്ല. തീക്കാറ്റ് സാജൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. എനിക്കറിയില്ല. ഗുണ്ടന്നെ അത്ര. മൂപ്പർക്ക് 14 വയസ്സ് മുതലേ എന്താ ആഗ്രഹം ഗുണ്ടയാവണമെന്ന്. ഗുണ്ടയാണോ? ആ മൂപ്പര് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു എന്നൊക്കെ. മറ്റേ അതായത് ബോഡി ഗാർഡിൽ നിന്നല്ലേ? ആദ്യം ഇതുപോലെ തന്നെ ഒരു ഗുണ്ട ഗ്യാങ് ആയിട്ട് ചെന്നു അപ്രോച്ച് ചെയ്തു അത്രേ. അപ്രോച്ച് ചെയ്തപ്പോ പറഞ്ഞു, അതായത് മോനെ ഞങ്ങളോ പെട്ടുപോയി, നീ രക്ഷപ്പെട്ടോ, വെറുതെ ഇറങ്ങണ്ട. പിന്നെ ഇവൻ എന്ത് ചെയ്തു, മോഷണം നടത്തി. ആദ്യം മോഷണം നടത്തിയിട്ട് കേസ് വന്നു. കേസ് വന്നാലേ ഗുണ്ടാകാൻ പറ്റുള്ളൂ. എന്നിട്ട് അവസാനം മോഷണം നടത്തിയപ്പോ ചെറിയ പെറ്റി കേസ് പോലെ പറഞ്ഞു വിട്ടു. പിന്നെ കൊലപാതക ശ്രമം അങ്ങനത്തെ കാര്യത്തിലേക്കാണ് കുറച്ചും കൂടി ആള് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് കൊലപാതക ശ്രമം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ നേരെ ജയിലിൽ പിടിച്ചിട്ടു. ജയിലിൽ പിടിച്ചിട്ടപ്പോഴെന്താ അവിടെ കുറച്ചും കൂടിയും കൂടിയൊരു ഗുണ്ടുണ്ടായിരുന്നു. അപ്പൊ അവന് മനസ്സിലായി ഈ ഗുണ്ടനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ഫെയിം ആവുള്ളൂ. അങ്ങനെ ആ കടന്ന ഗുണ്ടനെ അറ്റാക്ക് ചെയ്തതിന് ശേഷമാണ് ഇവന് കുറച്ചുകൂടി പേരും ആയത്. കുറച്ചുകൂടി ഇൻസ്റ്റാഗ്രാമിലൂടെ അത് കളിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് അധികം പേജിൽ അത്യാവശ്യം എന്തുകൊണ്ട് ഫോളോവേഴ്സ് ഉള്ളത് തീക്കാറ്റ് തന്നെ. സാജൻ തീക്കാറ്റ് സാജൻ സാജൻ എന്നാണ് പേര്. ആ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ കേട്ടിട്ടുള്ളത് മുന്നേ. മരട് അനീഷിനെ കേട്ടിട്ടുണ്ടോ? അത് കേട്ടു. അത് കേട്ടിട്ടുണ്ട്. അല്ല എന്നാ തീക്കാറ്റ് സാജനും ഉണ്ട്. പറയുമ്പോ കോമഡി പേര് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഈ അത് മറ്റേ ഈ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ സാധനം ഉണ്ടാവില്ലേ? ഇതിപ്പോ ഞാനായിട്ട് ഇതല്ല, ഒരു ന്യൂസിൽ തന്നെ ഒരു ഡോക്യുമെന്ററി പോലെ കാണിച്ച പോർഷൻ തന്നെ പറഞ്ഞത്. അതായത് അവനെ പറഞ്ഞതാ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ആൾക്കാരെന്ന് പറയില്ലേ, അതും ചൈൽഡ്ഹുഡിൽ അവനെ എഫക്ട് ചെയ്ത് എന്താ കുറെ ഇങ്ങനെ ഹീറോയിസം 14-ാമത്തെ കാണിക്കുന്ന വയസ്സിലൊക്കെ ഇങ്ങനെ സിനിമകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരിക്കാം എന്ന് പറയില്ലേ. ഇതിനൊരു ഒരു മെന്റൽ ഏജിൽ ഇത് ശരിയാണ് തെറ്റാന്നുള്ള ഡിഫൈൻ ചെയ്യാനുള്ള ഒരു സെൻസ് ഇപ്പൊ ഏറെക്കുറെ ഇപ്പൊ പറയുമ്പോ നമ്മൾ പറയുന്നത് എന്താ, ഇപ്പൊ കുട്ടികളുടെ കുറച്ചുകൂടി മെന്റൽ ഏജ് നമ്മളെക്കാളും ഏർലി ഏർലി ആണെന്നുള്ളതാ. ഒരു തരത്തില് കാരണം ഇപ്പൊ എന്താന്നാ കുറച്ചും കൂടി ഡിസീസ് എല്ലാം ഫ്രീ ആയി തുടങ്ങിയിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി മെഡിക്കൽ ഫീൽഡ് ബെറ്റർ ആയപ്പോൾ കൊച്ചുങ്ങൾക്കുള്ള ചൈൽഡ്ഹുഡ് ആയിട്ട് ഡിസോർഡേഴ്സ് എല്ലാം കുറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ഗ്രോത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന അസുഖങ്ങളൊന്നും ഇപ്പൊ അത്ര അങ്ങോട്ട് കോമൺ അല്ല. മുമ്പത്തെ പോലെ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കമ്മിയാവുകയും ചെയ്തു. പിന്നെ ഈ കുട്ടികൾക്ക് തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, പണ്ടത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടി ഈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് തന്നെ കുറച്ചുകൂടി കുറഞ്ഞ ആൾക്കാർ വേണ്ട രീതിയിൽ ന്യൂട്രിയന്റ് ആയിട്ടുള്ള ഫുഡുകളൊന്നും കിട്ടിയിരുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടി എക്സ്പോഷർ ഉണ്ട്. സ്കൂളിലാണെങ്കിൽ പോലും ഓരോ പ്രോഗ്രാം വഴിയെങ്കിലും അറ്റ്ലീസ്റ്റ് കുട്ടികൾക്ക് എല്ലാവർക്കും ഭക്ഷണം, പ്രോട്ടീൻ ഉള്ളതും എല്ലാ ന്യൂട്രിയൻസ് ഉള്ളതും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ ടെക്നോളജി തന്നെ കുറച്ചുകൂടി എക്സ്പോഷർ കൂടിയ സമയത്ത് എല്ലാ ആൾക്കാരിലും ഫോൺ ഉണ്ട്. നമ്മുടെ സമയത്ത് ഫോൺ കിട്ടിയ സമയം ഏതാ? അല്ല കുറച്ചുകൂടി ലേറ്റ് ആയിട്ടല്ലേ ഇപ്പൊ കുട്ടികളുടെ കയ്യിൽ എല്ലാം ഉണ്ട്. ഇവർക്ക് എന്ത് സെർച്ച് ചെയ്ത സമയത്ത് ഇപ്പൊ പഠിക്കുന്നത് തന്നെ ഇവര് സ്കൂളില് ഫോണിലൊക്കെ തന്നെയാ. അപ്പൊ പിന്നെ ഒബ്വിയസ്ലി എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് എക്സ്പോഷർ ഉണ്ട്. പിന്നെ പണ്ട് ഇപ്പൊ നമ്മളെ പാരന്റ്സ് തന്നെ എന്തെങ്കിലും വല്ല സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷനിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നില്ല. അത് അവരുടെ കാര്യങ്ങൾ തന്നെ, കുട്ടികളുടെ കാര്യം തന്നെയാണ്. പാരന്റിങ്ങിലല്ലേ പണ്ടൊക്കെ നമ്മൾ ഇത് ചെയ്താൽ മതി എന്നൊരു സംഭവത്തിൽ നിന്ന് മാറിയിട്ട് അവർക്കത് മനസ്സിലാക്കി കൊടുക്കണം. ഇതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അല്ല പാരന്റൽ കോൺവെർസേഷനിൽ പറയുന്നത് ഇത്തരം സെൻസിബിലിറ്റിയും കാര്യങ്ങളും കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വ്യക്തതയും ഉള്ള ബ്രെയിനാണുള്ളത്. അപ്പൊ എന്നിട്ടും ഒരു മൊറാലിറ്റി ആയി എമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയറിലേക്ക് ഒരു മാറാത്ത കുറെയൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കുറെയൊക്കെ നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ജെന്യൂനിറ്റി അറിയാതെ തന്നെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഒരു എക്സാമ്പിൾ ഒരു ന്യൂസ് ആണെങ്കിൽ പോലും അതെ, നമ്മളിപ്പോ ഒരു കാര്യം ഫസ്റ്റ് ഒരു നോട്ടത്തിലൂടെ കാണുന്നതല്ലാതെ അതിന്റെ ഡീപ്പർ ആയിട്ടുള്ള ലെവൽസിലേക്ക് നമ്മൾ എത്തുന്ന പോലും ഇല്ല. അപ്പൊ വെറും നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്ന സാധനം ഏറ്റവും എക്സ്റ്റേണലി പറയുന്ന ആ കാര്യങ്ങൾ മാത്രം അത് ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു കുട്ടിയുടെ ഇതിനും ഒരു വേറെ സീനല്ലോ, ഒരു കുട്ടി ഇങ്ങനെ എന്താ പ്രിൻസിപ്പാളിന്റെ ചൂടാവുന്ന റേസ് ചെയ്യുന്ന സംഭവം ഉണ്ടാവില്ല. അപ്പൊ ആ കുട്ടി വന്ന് ഒട്ടും ശരിയായ കാര്യമില്ല. പക്ഷെ അവിടെ അത് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തൊരു അധ്യാപകം ഉണ്ടല്ലോ, അയാളും ചെയ്ത ഭയങ്കര തെറ്റായ കാര്യമാണ്. ഇപ്പൊ നമ്മൾ തെറ്റ് തിരുത്തി കൊടുക്കുക എന്നുള്ളതാണല്ലോ അധ്യാപനം ചെയ്യേണ്ട കാര്യം. അയാളത് ഇത്തരം ഒട്ടും മെച്ചുവറല്ലാത്ത രീതിയിൽ ഒരു വലിയൊരു സൊസൈറ്റിക്ക് കാണിച്ചാൽ അവന്റെ ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ അവിടുത്തെ ആളുകളൊക്കെ ഇനി ഇവനെ നോക്കിക്കാണുന്ന രീതിയിൽ വ്യത്യാസം നോക്കിക്കാണുന്ന രീതി മാത്രമല്ല, അതല്ല ഇപ്പൊ ഇവൻ ഒരിക്കലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ല ഇതുപോലെ നടക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. എന്റെ ഒരു ഫ്രണ്ട് തന്നെ ഇതേപോലെ തന്നെ പോളിടെക്നിക്കിൽ ട്യൂട്ടർ ആയിട്ട് ജോയിൻ ചെയ്തതാ. അവിടെ കുട്ടികളെല്ലാം അറ്റൻഡൻസിന് വേണ്ടിയിട്ട് സമയത്ത് എത്തണം എന്നുള്ള നിർബന്ധം. എന്തായാലും സമയത്ത് എത്തണമല്ലോ. ഇവന്മാർ എത്തണത് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഒരു പീരീഡിനൊക്കെ ശേഷം വന്നിട്ട് അറ്റൻഡൻസ് വേണം, അല്ലെങ്കിൽ അതേപോലെ തന്നെ റെക്കോർഡൊക്കെ സൈൻ ചെയ്ത് അപ്പൊ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ നിർബന്ധങ്ങളൊക്കെ. ഇവൻ കുറച്ച് തുടക്കത്തിലായതുകൊണ്ട് ഇവനും വലിയ വേറെ സ്ഥലം തന്നെയാ. ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇവൻ പോയി പറഞ്ഞു പറ്റില്ല, ഇല്ലെങ്കിൽ തരില്ല.
ഇവ എന്നിട്ട് സ്റ്റാഫ് റൂമില് 2-3 ചെക്കന്മാരെ വിളിച്ചിട്ട് വന്നിട്ട് പറയാം, ഉം. സാറിന്റെ വീട് എവിടെയാന്ന് നമുക്കറിയാം, ഉം. ഈ വഴി കൂടെ തന്നെയല്ലേ പോണ്, ഉം. നമ്മള് പണിയുന്നൊക്കെ ഉം. ആ രീതിയിൽ കുറച്ചും കൂടിയും ഓക്കെ ആ എന്നിട്ട് ത്രട്ടൻ ചെയ്യുന്ന രീതിയിലൊക്കെ അവൻ പറഞ്ഞു, എന്താ ചെയ്തോ മക്കളെ എന്നും പറഞ്ഞ അവർ റെക്കോർഡ് കൊടുത്തു. അല്ല എന്ത് ഓക്കെ ചെയ്യാൻ കിടന്നിട്ട് വഴി പോകുമ്പോ എന്തേലും വല്ല വണ്ടി തട്ടിച്ചാ പോരെ. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ ശരിക്കും. അല്ല സിറ്റുവേഷൻസ് ഇല്ലാന്നല്ല പറയുന്നത് അവര് അത് ഹാൻഡിൽ ചെയ്ത രീതിയെ കുറിച്ച് ഞാൻ പിന്നെ പറയുന്നത്. ഇതേപോലെ തന്നെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചർ തന്നെ ഉണ്ടായ സമയത്ത് മൂപ്പരുടെ കാറിൽ മൊത്തം വരച്ചു വെക്കുക ചെയ്തത്. കാറ് മൊത്തം നശിപ്പിച്ചു. നമ്മുടെ റെക്കോർഡ് കോളേജിൽ ചെയ്തെടുക്കാൻ അതന്നെ അതൊക്കെ ചെയ്യുന്നു. അതൊക്കെ ഇത്ര നല്ല കാര്യങ്ങളാണോ? നല്ല അല്ലല്ലോ. കാര്യങ്ങളല്ല എടാ ഇവര് ചെയ്ത പ്രവൃത്തി നല്ല കാര്യമല്ല വന്നു പക്ഷെ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ട ഇവര് മെച്ചുവേർഡായുള്ള ആളുകൾ അത് തിരുത്തി കൊടുത്ത അല്ലാതെ ഇവരങ്ങ് നശിപ്പിച്ച് കളയാന്നുള്ള മെന്റാലിറ്റി അല്ലേ വേണ്ടത്. ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഡ്രഗ്സ് ആയിട്ട് തോന്നിയിട്ടില്ല. ഡ്രഗ്സ് ഒരു പരിധി വരെ സബ്സ്റ്റൻസ് പരിധി അബ്യൂസ് വരെ ഉണ്ട്. പറഞ്ഞപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പൊ ഭയങ്കര പക്ഷേ എല്ലായിടത്തും ആ ഈസിലി പയ്യനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനം ഡ്രഗിന്റെ പോലെ ആയിട്ട്. ബേസിലാണ് സംസാരിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് അവന്റെ ഒരു അല്ല അവന്റെ അല്ല പറഞ്ഞു, പൊതുവെ പിള്ളേരുടെ അപ്പുറത്തുള്ള ഒരു ഓവർ ധൈര്യവും ഒരു കാര്യത്തെ കുറച്ച് സ്മൂത്ത് ആയിട്ടോ വളരെ ഈസി ആയിട്ട് ഒഴിവാക്കാൻ ഡ്രഗ്സ് പറ്റുന്ന കുറച്ചുകൂടി സിറ്റുവേഷൻ കോമൺ ആണ്, അതുണ്ട്. കോമൺ ആണ്. പക്ഷെ അത് അത് ചെറിയ മാത്രമാണോ അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇതില്ല. അതൊരു കോൺട്രിബ്യൂട്ടറി ഫാക്ടർ ആണ് ഈ പറഞ്ഞതില്. ഇപ്പൊ ഈ വിഷയം മറ്റേ മഹേന്റെ ഒക്കെ സബ്ജക്ട് ഉണ്ടായ സമയത്ത് ഇപ്പൊ ഇങ്ങനെ എന്റെ കൊച്ചിയുള്ള ഫ്രണ്ട് വന്നപ്പോ അവൻ പറഞ്ഞിട പിള്ളേരൊക്കെ ചെറിയ പിള്ളേരാണ് ഇവരൊക്കെ വന്നിരിക്കുന്ന രീതി ഇവരുടെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളാകുമ്പോ ഒരു ഗ്യാങ് വൈബ് ഉണ്ടല്ലോ ആക്ച്വലി ഒരു ഗുണ്ട ആ വൈബ് അടിക്കുന്നു. അവന് ഇത് എന്താ ഞാൻ ചായ പിടിക്കുമ്പോ ഇത് എന്താ പിള്ളേരനല്ലേ എന്നൊരു ഫീലൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. അതിന് അത് ഒന്ന് എനിക്ക് തോന്നിയത് രണ്ടായാലും ഒന്ന് ഡ്രഗ്സ്, പിന്നെ വേറെ ഒന്ന് സിനിമ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ആ ഏരിയ ആ ഫുള്ള് ഏറെക്കുറെ ഈ ടെക്നോളജിക്കൽ എക്സ്പോഷറും ഈ പറഞ്ഞ പോലെ അതും കൂടെ ഈ സിനിമയും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. എന്തോ കുറെ മാസം കാണിക്കലും അങ്ങനത്തെ കാര്യങ്ങളും. പക്ഷെ ഇതൊക്കെ എന്താണ് സെൻസ് ചെയ്യാനുള്ള ബേസിക് സാധനം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ടോക്സിക് പാരന്റിങ്ങിലും കാര്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളല്ലേ ഇതൊക്കെ. അതിപ്പോ ഞാൻ പറയട്ടെ, ഉം. നമ്മളായാലും പാരന്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണിക്കുന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. അതായത് അല്ല അങ്ങനെ തന്നെയല്ലേ, നമുക്കും കുറെയൊക്കെ എന്താന്ന് അറിയുന്നുണ്ടാവില്ല. അത് കുട്ടികളിലൂടെ കൂടി തന്നെ ആയിരിക്കും ചിലപ്പോൾ അതൊരു പഠിക്കുന്ന അറിയില്ലേ. മുമ്പത്തെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടല്ലല്ലോ പാരന്റിങ് ചെയ്യുന്നത്. അതെ ആ സമയത്ത് സ്വന്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുമ്പോ അതിനെ എങ്ങനെയൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങളില്ലേ, കണ്ടറിയണമെന്നേ പറയുള്ളൂ. അതാ പറഞ്ഞേ. അല്ല നമ്മളും ഇപ്പൊ ഈ പേരൻസും പഠിക്കണം പിന്നെ ഞാൻ എന്നാണ്. പറയട്ടെ, നമ്മൾ വല്ലാതെ കുട്ടികളെ പറ്റി ഇങ്ങനെ ഉം. പിന്നാലെ പോയി കൊരിക്കാണ്. അതും ഒരു കണക്കിന് മോശം. അതായത് അത് മോശം എന്നല്ല, മോശമാണ്. അതും ഒരു കുട്ടിക്ക് ഒരു മോശമായിട്ട് ഇറിറ്റേഷൻ ഇമ്പാക്ട് മോശമായിട്ടൊരു കാര്യങ്ങളാണ്. ഇമേജ്, പ്രൈവസി ഇല്ലാത്ത പോലെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ അതും ഞാൻ പുലിവാലാണ്. പറയുന്നത് ഒരു പാരന്റിങ് ഈ മെഡിക്കൽ ആയാലും ഇങ്ങനെ പാരന്റ് ചെയ്യണം അങ്ങനത്തെ കുറെ ബേസിക് ആയ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊട്ടും ഞാൻ ഇപ്പൊ ഈ കുട്ടിയുടെ കേസിൽ എനിക്ക് തോന്നുന്നത് ഈ കുട്ടി ഡെയിലി അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും വീട്ടുകായിട്ട് ഷെയർ ചെയ്യുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി ഇത്ര മെന്റൽ സ്ട്രെസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കില്ല. ഇപ്പൊ ഈ സ്കൂളിലും ഒരു പ്രോപ്പർ ആയിട്ട് സിസ്റ്റം ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ റാഗിങ് ഇത്തരം സംഭവങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ ആ കുട്ടിക്ക് അവിടെ പോയി പറയാൻ ഒരു ധൈര്യം കൊടുക്കാൻ അവരുടെ അതോറിറ്റി ഇല്ല. അപ്പൊ ഒരാളിപ്പോ വന്ന് പറയണത് എന്ത് പ്രശ്നങ്ങളും എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ആരെ ഭീഷണിപ്പെടുത്തിയാലും ഇവിടെ ഒരു വ്യക്തിയുണ്ട് നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി എന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാന്നുള്ളൊരു ആ കോൺഫിഡൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ഒക്കെ ഒരു ഫെയിലർ ആയിട്ടാണ് ഈ കുട്ടി ഇത്തരത്തിലുള്ള സ്കൂളിൽ നിന്നും കിട്ടിയില്ല വീട്ടിൽ നിന്നും കിട്ടിയില്ല അല്ലെങ്കിൽ പിന്നെ വേറൊരു സൈഡ് എനിക്ക് തോന്നിയത് പോലെ ഇവരൊക്കെ ഇതിന്റെ പറ്റിയുള്ള കോൺസിക്വൻസിനെ പറ്റി അവെയർ ആവും തോന്നുന്നുണ്ടോ? അതായത് ഇപ്പൊ ഈ മഹന്റെ കേസൊക്കെ വെച്ച് കഴിഞ്ഞാല് അവർക്ക് കിട്ടാൻ പോണ പണിഷ്മെന്റ് എത്ര ലെവൽ വരെ ഉണ്ടാവും? അതും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഇവർ ഇതിനെ കുറിച്ച് അവയർ ആളാണ്. അവയർ ആണ് എന്ത് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിലി ഇപ്പൊ എല്ലാം കുറച്ച് ആക്സിഡന്റ് എക്സെപ്ഷൻ ഉണ്ട് ആ എന്നുള്ളതുകൊണ്ടാണോ ആ ചെയ്യുന്നത്? ഇന്റർനെറ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇപ്പോ ഇത്ര മൈനർ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. പല റേപ്പ് കേസിലും മൈനർ നിർഭയ കേസിൽ നിർഭയ തന്നെ കേസൊക്കെ ആ ഒരു ഉം. മൈനറിന് അതെ 3 വർഷത്തെ 3 വർഷം. അപ്പൊ ഇത്തരം കിട്ടിയിട്ടുള്ളത്. ഇതുണ്ട്. അപ്പുറത്തെ ഒരു അഗ്രഷന്റെ ബേസിൽ ഇവർ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്ക് ഓക്കെ ഇവൻ എത്ര മാക്സിമം എത്ര പോകുന്നുള്ള നോളജ് ഈ കുട്ടികൾക്ക് ഉണ്ട്. അപ്പൊ അത് വെച്ച് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഈ തൊട്ടി കുട്ടികളെ ചിന്തിക്കുന്നു, പക്ഷെ വലിയ ആളുകളും അതിനും ചിന്തിക്കുന്നു. മാറ്റങ്ങളുണ്ട്. ഇപ്പൊ നിർഭയ കേസിന് ശേഷം ലോയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലോ. എത്രമാത്രം മാറ്റം വന്നാലും ഈ മൈനർ എന്ന കാര്യത്തിൽ അവിടെ എപ്പോഴും നിലനിൽക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അതന്നെ. അതിപ്പോ മൈൻ 16 to 18 ഇയറിൽ അതല്ലേ അല്ല പറയുന്നത്. അതിന്റെ ഇത് ശരിക്കും വന്ന് ആ നിർഭയ കേസിന്റെ മുന്നേ ഉണ്ടായിരുന്ന കുറച്ച് ഈ ഇതേപോലെയൊക്കെ തന്നെ ഒരു 6 വർഷം 7 വർഷം കണ്ടാണ് മാക്സിമം ഒരു ആ ഒരു ഏജ് കാറ്റഗറിപ്പെട്ട ആള് എന്ത് കുറ്റം ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. പക്ഷെ അതിന് ശേഷം മാറിയിട്ട് അതിന് കുട്ടികൾ ചെയ്യുന്ന ക്രൈംസിനെയും നമ്മൾ വലിയ ആളുകളുടെ പറയുന്നില്ല. അതേപോലെ തന്നെ പെറ്റി ആയിട്ടുള്ള പെറ്റി കേസ്, സീരിയസ് കേസ്, ഹീനസ് കേസ് അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതില് പെറ്റി കേസ് ആണെങ്കിൽ ഒക്കെ മാക്സിമം 3 ഇയേഴ്സ് വരെ. അതാ ഞാൻ പറഞ്ഞു ലോല അപ്ഡേഷൻ വന്ന് പറഞ്ഞത്. കാരണം മുന്നത്തേല് എന്റെ ഒരു അറിവനുസരിച്ച് ഒരു 7 വർഷം വരെയാണ് മാക്സിമം കൊടുക്കാവുന്ന ഇത് 3 തോന്നുന്നത്. വർഷം അല്ലേ ഉള്ളൂ. മുന്നത്തേല് മാക്സിമം 3 വർഷം തോന്നുന്നുണ്ട് ആ, മാക്സിമം ആ, ആ, ഉണ്ടായത്. ആ. ശരി. അപ്പൊ ഇതില് പെറ്റി കേസിന്റെ മാക്സിമം 3 വർഷം വരെ കൊടുക്കാന്നാ പറയുന്നത്. പെറ്റി കേസ് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഒന്നെങ്കിൽ ചെറിയ ചെറിയ മോഷണങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ മോഷണങ്ങള്. പ്രോപ്പർട്ടി ഡാമേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ സീരിയസിലാകുമ്പോൾ 7 ഇയേഴ്സ് വരെ കൊടുക്കാന്നാ പറയുന്നത്. പിന്നെ ഹീനസ് കേസ് ഞാൻ പറയാലോ നമ്മുടെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ റേപ്പ്, മർഡർ
ഇപ്പൊ ഗ്യാങ് റേപ്പ് ഒക്കെ കുറെ കേസുകൾ കണ്ടില്ലേ? അങ്ങനത്തെ കേസിലൊക്കെ ഈ പറഞ്ഞ പോലെ വരുന്നത് എന്താ വെച്ചെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കൊണ്ടൊരു കമ്പനി ഒരു ബോർഡ് ഉണ്ട്. അവരാണ് ഇവരെ എന്ത് ചെയ്യണം പണിഷ്മെന്റ് എന്നാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുട്ടികളുടെ ഏജ് നോക്കും. അതായത് 16 to 18 കാറ്റഗറി ആണെങ്കിലും ഇവരുടെ മെന്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ സിറ്റുവേഷൻസ് ഇതൊക്കെ മെഷർ ചെയ്തിട്ട് മേ ബി പറഞ്ഞ പോലെ ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. കുറെ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കാം. ആ പാനലിൽ എന്ത് ചെയ്യും ഇവരുടെ മെന്റൽ സിറ്റുവേഷനും പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എന്തുണ്ടാകുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് അറിയാം. അത് തിരിച്ചുള്ള ബോധം ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തിട്ട് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇവരെ അഡൽട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഓൾറെഡി ഇപ്പോഴത്തെ റൂളിൽ പക്ഷെ അത് വന്നിട്ടുണ്ട്. ആ നിർഭയക്കേസിന് ശേഷം വന്നല്ലേ? ശേഷമാണ് വന്നത്. ആ അത് ചെക്കന് എത്ര 16 വയസ്സോ 17 വയസ്സോ എത്ര ഉണ്ടായിരുന്നു? സംതിങ് 6 മാസം എന്തോ കുറവുണ്ടാവുന്നു കുറവേ തോന്നുന്നു. ഉണ്ടായിട്ടുള്ളൂ. 18 വയസ്സാവാൻ വേണ്ടിയിട്ട്. വേറൊരു ഉം. കേസ് രണ്ടായിരത്തി 13 കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ആ. ഒരു ചെറിയൊരു 5 പേര് ചേർന്നിട്ട് ഒരു പെൺകൊച്ചിനെ റേപ്പ് ചെയ്ത് കൊന്നു. ഒരാൾ ഇതേപോലെ ഇതായിരുന്നു. അവനെയും 2013 എക്സെപ്റ്റ് ചെയ്തു അതിനകത്ത്. എക്സെപ്ഷൻ കിട്ടി. കാരണം 15-ലാണല്ലോ ഇപ്പൊ ഈ 2015 ഇപ്പൊ ലാസ്റ്റ് അമെന്റ്മെന്റ് വന്നിട്ട് ലാസ്റ്റ് ഉള്ളത് 15 ആക്ട് ആണ്. 15 ആക്ട് 16 ജനുവരി 1 മുതലെങ്ങാണ്ടാണ് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അതിന്റെ മുന്നിലുള്ള ആളുകൾക്കൊക്കെ ആ പഴയത് വെച്ചിട്ടാണല്ലോ മറ്റേ പണിഷ്മെന്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാവും. ഇത്തരം റൂളുകൾ മാറ്റം വന്നിട്ടും പക്ഷേ കേസുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. കേസുകൾ നന്നായിട്ട് കൂടുന്നുണ്ട്. ഇപ്പോ അതാണ്. അപ്പൊ കേരളത്തിൽ തന്നെ ഒരു പെർ ഇയർ 300 400 ഏകദേശം ആ റേഞ്ചിൽ ഇയർലി കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് കണക്കുകൾ പറയുന്നത്. അല്ല ഇതില് രസകരമായിട്ടൊരു തിയറി പറയുന്നത് തന്നെ ഇപ്പൊ നമ്മള് രസകര തിയറി ഒന്നല്ല കേട്ടോ. ഈ പറഞ്ഞ ഒരു ശ്രീജിത്ത് IPS എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? ആ, അതായത് ഒരു ലേഡി രാത്രി നിൽക്കുന്നു. ഉം. ഇപ്പൊ സാധാരണ ഒരു മനുഷ്യന്റെ ചിന്താഗതിയിൽ അവൾ എന്തിനാ അവിടെ നിൽക്കുക എന്നുള്ള ചിന്ത വരാൻ ചാൻസ് ഉള്ളതാ. ഒരു ഉം. കോമൺ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഉം. നമ്മളടങ്ങുന്ന മെജോറിറ്റിയുടെ ആയിരിക്കാം ഈ ഉം. പറഞ്ഞ തന്നെ. ഇത് തന്നെ ഒരു ക്രിമിനൽ മൈൻഡിലേക്ക് എത്തുന്നില്ല. സാധാരണ നല്ല പെൺകുട്ടികളൊന്നും ഈ സമയത്ത് നിൽക്കില്ല. അവള് ശരിയല്ല. അപ്പൊ അവള് ശരിയല്ല. അപ്പൊ അങ്ങനെ ഇവൻ അങ്ങോട്ട് ചിന്തിക്കും. അപ്രോച്ച് ചെയ്യും. അപ്രോച്ച് ചെയ്യുമ്പോൾ ഇത് കയ്യിൽ നിന്ന് പോകും. നേരെ പിടിച്ച് അതായത് പിന്നെ ബാക്കിയുള്ള ഫിസിക്കലി ഉള്ള കാര്യങ്ങളായി അതങ്ങ് പിന്നെ ഒരു സൊല്യൂഷൻ എത്തുന്നത് എന്താ? എന്തായാലും ഇവള് പോലീസ് സ്റ്റേഷനിൽ പോകും. അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോയി ഇവൻ കുറ്റവാളി എന്നുള്ള ലേബലും കിട്ടും. അപ്പൊ പിന്നെ ഡയറക്റ്റ് തട്ടിക്കളയുന്ന രൂപത്തിലേക്ക് എത്തുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ തോന്നിയിട്ടില്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അല്ല അങ്ങനെ ചിന്തിച്ചുകൂടെന്ന് പറയാം. ഇപ്പൊ നമുക്ക് തന്നെ രാത്രി ഉം. നിൽക്കുമ്പോ ഇപ്പൊ തന്നെ മനസ്സിലായി തോന്നുന്നു. അത് എനിക്ക്. തന്നെ ഇവന്റെ മൈൻഡിൽ എത്തുമ്പോ ഇതൊരു നല്ല ആ, ഈ പറഞ്ഞ പെൺകുട്ടികളല്ല പോലെ നിൽക്കുക. കുറച്ച് ഇവളെന്തായാലും എന്തോ കാര്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ എന്തായാലും അപ്രോച്ച് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ പോവാന്ന് പറയില്ലേ? ഇതിപ്പോ നമ്മൾ പറഞ്ഞ ജുവനൈലോട്ട് ബന്ധമുണ്ടോന്നുള്ള ചോദ്യം. അല്ല ഞാൻ ക്രിമിനൽ അല്ല മെന്റാലിറ്റി ആ, സ്വതവേ കുട്ടികളുടെ കാര്യം ഇതിപ്പോ പറഞ്ഞതേ ഉള്ളൂ. കുട്ടികൾ ഇപ്പൊ ഇവരാണെങ്കിലും അത്തരത്തിലുള്ള രീതിയിൽ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഉം. ചിലര് പറയുന്നത് ഈ എന്താ ഗ്യാങ് റേപ്പ് കഴിഞ്ഞിട്ടും അവർ ജീവൻ നിലനിർത്താതെ കൊല്ലാനുള്ള മോട്ടീവ് എന്ന് പറയുന്നത് ഓ, ഇവര് പെടും. പിന്നീട് ഉണ്ടാവുന്ന പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ആഫ്റ്റർ ഒഴിവാക്കാൻ എന്തായാലും വേണ്ടിയിട്ടാണ് അറിയാം. പറയുന്നത്. പക്ഷെ എന്താ പറയാ ആരും എങ്ങനെ ചെയ്താലും ഇത് പിടിക്കപ്പെടുന്നുള്ള സാധനമില്ലേ? അത് കുറെ പക്ഷെ എഴുതി തള്ളിയ കേസുകളുണ്ട് തോന്നുന്നുണ്ടല്ലേ? അതായത് ഈ ആളൂര് സൊല്യൂഷൻ പോലുള്ള കുറെ വക്കീലുകൾ ഉള്ളപ്പോ പിന്നെ ഇവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ചിന്തകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു മോറലി വാല്യൂ ഇല്ലാത്ത ഒരുപാട് വക്കീലന്മാരുണ്ടായിരിക്കും. എന്ത് തോന്നിയ അതിനകത്തുള്ള സിനിമകൾ. ലൂപ്പ് ഹോൾ കണ്ടെത്തിയിട്ടായിരിക്കും ഈ പറഞ്ഞ ആ. എന്തെങ്കിലുമൊക്കെ എന്ന് പറയുന്നത്. എവിടെയാണ് ഊരിയെടുക്കാൻ പറ്റുക നോക്കിയിട്ട് അത് ചെയ്യുന്നതിന് പിന്നെ വേണ്ടി. കുട്ടികളുടെ തന്നെ പറയുന്ന വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ഇപ്പൊ നമ്മള് ഒരു 2 വീക്സ് കൺസെപ്ഷൻ അതായത് ഇപ്പോ വയറ്റിനകത്ത് കൊച്ച് ഇംപ്ലാന്റഡ് ആയിരിക്കുന്ന സമയത്ത് 2 ആഴ്ചക്ക് ശേഷം തന്നെ ഏകദേശം ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യും. ഉം. പിന്നെ മെല്ലെ മെല്ലെ ബർത്ത് ആകുമ്പോഴത്തേന് ഏകദേശം ബില്യൺസ് ഓഫ് ന്യൂറോൺസ് തന്നെ ജനിച്ച സമയത്ത് തന്നെ ഏകദേശം ബില്യൺസ് ഓഫ് 100 ബില്യണോട് അടുത്ത് തന്നെ ന്യൂറോൺസ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതൊരു സ്റ്റേജ് തന്നെയാണ്. മെല്ലെ 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 സിനാപ്സ് എന്നൊക്കെ പറയും. നമുക്ക് കുറച്ചുകൂടി മെമ്മറി നെറ്റ്വർക്ക് ഒക്കെ ഫോം ചെയ്യുന്ന സമയമാണ്. ഏകദേശം ഒരു 6-7 വയസ്സ് അല്ലെങ്കിൽ ഒരു 7 to 12 വയസ്സ് ആ വരെയൊക്കെ. ഒരു ഇനീഷ്യൽ 2 months ഭയങ്കര ക്രൂഷ്യലാന്ന് കേൾക്കുന്നുണ്ട്. അതാ പറഞ്ഞേ. അതായത് ആ സമയത്താണ് കുറച്ചുകൂടി കണക്ഷൻസ് ഒക്കെ ഫോം ചെയ്യുന്നത്. അതായത് ഉം. ഈ പ്രീ സ്കൂൾ ഏജ് അല്ലെങ്കിൽ സ്കൂളിംഗ് ഏജിലൊക്കെയാണ് കുറച്ചും കൂടി കുട്ടികൾക്ക് തന്നെ കുറേ മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് തന്നെ കുറെയൊക്കെ മെമ്മറൈസ് ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുന്ന ശരിക്കും ആ ഒരു 6 ടൈമിലുള്ള ഒരു വയസ്സിനകത്ത് തന്നെ കൊച്ചിന് മാക്സിമം അതായത് ആ സമയത്തുള്ള കണക്ഷൻസ് വർക്ക് ചെയ്യുന്നതാണ് കൊച്ചിനെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യാന്നാ പറയുന്നത്. പക്ഷെ പിന്നെ ഞാൻ വേറെ കുറെ ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ നമ്മള് ഒരു 2 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ പലതും നമുക്ക് ഓർമ്മയില്ലല്ലോ. 2 വയസ്സുണ്ടെന്ന് ഓർമ്മയൊന്നുമില്ല. ഞാൻ ചോദിച്ചത് കഥയിൽ ചോദ്യമില്ല. നമുക്ക് കഥയല്ലല്ലോ, ഇത് സയൻസ് ആണല്ലോ. അപ്പൊ കൊച്ചിന് ആ സമയത്ത് അല്ല 1 വയസ്സിലാണ് കൊച്ച് എന്തെങ്കിലും മാമ ബാബ എന്നൊക്കെ പറയാൻ തന്നെ തുടങ്ങുന്നത്. ആ സമയത്താ. പിന്നെ മൂന്നാമത്തെ വയസ്സിലൊക്കെയാണ് ഏറെക്കുറെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനും പിടിക്കാനൊക്കെ തുടങ്ങുന്നത്. കാരണം എനിക്ക് 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ വരുള്ളൂ. അല്ല നമ്മൾ നിൽക്കുന്നതന്നെ കൊച്ചിന് തന്നെ ഇപ്പൊ 6-ാം മാസത്തില് അല്ലെങ്കിൽ ഒരു 3-ാമത്തെ മാസത്തിലൊക്കെയാണ് ഏകദേശം ചിരിക്കാനെങ്കിലും തുടങ്ങുന്നത്. അതെ. 1 വയസ്സ് എത്തുമ്പോഴാണ് നിൽക്കാനും തുടങ്ങുന്നത്. എന്തെങ്കിലും സംസാരം ഉണ്ടാക്കണ തന്നെ 1 വയസ്സ് 1-1.5 അടുപ്പിച്ചിട്ടാ. അതിനടുപ്പിച്ചാണ് മാമ ബാബ എന്ന് എന്തെങ്കിലും പറയാൻ തുടങ്ങുന്ന സാധനങ്ങളൊക്കെ വരുന്നത്. വേറെ ഈ കുട്ടി ജനിച്ചിട്ട് നമ്മൾ ഇനീഷ്യൽ കാണിക്കുന്ന എക്സ്പ്രഷൻ ആക്ച്വലി ചിരിയല്ല എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്?
ഓ അതെനിക്കറിയില്ല കേട്ടോ. ഇങ്ങനത്തെ വിഷയത്തിൽ ഒന്നും തെന്നി understand. ആ മാറുന്നു. വിഷയത്തിൽ നമ്മൾ Okay. വല്ലാതെ തെന്നി ജുവനൈലാണ് മാറുന്നു. ഇപ്പൊ ആ ഉള്ളത്. വല്ല ഞാൻ പറഞ്ഞത് ഇതേപോലെ തന്നെ 18, 20 വയസ്സ് ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഏകദേശം 20-ന് ശേഷമൊക്കെയാണ് കംപ്ലീറ്റ്ലി നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക് തന്നെ ഫോം ചെയ്യുന്നത്. അത് എല്ലാവർക്കും കോമൺ ആ ആണ്. എല്ലാവർക്കും ഒരു ഇത് സെയിം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ തന്നെ ബാക്കി നമ്മുടെ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് എൻഫോഴ്സ് ബാക്കിയുള്ള കാര്യങ്ങൾ ജനറ്റിക് ആയിട്ടുള്ള പ്രീഡിസ്പോഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചില ഫാമിലി ഹിസ്റ്ററി തന്നെ റൺ ചെയ്യുന്ന അസുഖങ്ങളില്ലേ, Okay. മെന്റലി എഫക്റ്റഡ് ആവുന്ന അസുഖങ്ങളുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഈ ഡ്രഗ് അബ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറുപ്പത്തിൽ കേട്ടോ ഏർലി ആയിട്ടുള്ള എന്തെങ്കിലും വല്ലത് അല്ലെങ്കിൽ ടോക്സിൻസ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ ഗർഭസമയത്ത് എന്തെങ്കിലും കിട്ടിയ സാധനങ്ങൾ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ മെന്റലി ഉള്ള റിട്ടാർഡേഷൻ എന്തെങ്കിലും കാരണമാക്കുന്നത് എന്ന് അറിയില്ല. അല്ല ഏകദേശം ഒരു 20 വയസ്സിന് ശേഷത്തോളം കംപ്ലീറ്റ്ലി ഒരു ന്യൂറൽ നെറ്റ്വർക്ക് തന്നെ ഫോം ചെയ്യും. ശരിക്കും അത് അത് തന്നെയായിരിക്കും ഈ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞ അതായത് ആ സമയത്ത് ഒരു 10-18 വയസ്സ് വരെ എക്സംഷൻ കൊടുക്കാനുള്ള മൈനറാന്ന് കൺസിഡർ ചെയ്യാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. ഇത് വെച്ച് ഇപ്പൊ ഞാൻ പക്ഷെ ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ നേരത്തെ അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് അല്ല എന്ന് ഒരു വിചാരിക്കുന്ന സൊസൈറ്റി അതായത് ഇപ്പൊ ആകുമ്പോൾ ഈ പറഞ്ഞ തന്നെ സൗണ്ട് അല്ലാത്തൊരു മൈൻഡിനെ നമുക്ക് ഒരു അഡൾട്ട് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കൊച്ചിന് എന്തായാലും ഇളവ് കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പൊ തന്നെ കുറച്ചുകൂടി എക്സംഷൻ വന്നതല്ലേ ഇപ്പൊ പറഞ്ഞത് 16 to 18 അത് വന്ന വർഷം എത്രയാണ്? 15 2015 15-ലാണ് വന്നത്. അതിനുശേഷം പിന്നെ 10 മാറ്റം കൊല്ലം 10 വന്നു. 16 to വർഷമായി. 18 അതല്ല 10 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പൊ കാര്യമായി മാറ്റം വന്നില്ല. അല്ല ഒരു എങ്കിലും അപ്ഡേഷൻ വന്നു എന്നല്ലേ നമ്മൾ ഞാൻ കൺസിഡർ ചോദിക്കുന്നത് ചെയ്യേണ്ടത് ഇതിനകത്ത്. നമ്മളൊരു നിയമമോ പുതിയ സംഭവം ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ ക്രിമിനൽ റേറ്റ് കുറയാനും കാര്യങ്ങൾക്കും വേണ്ടിയാണ്. അതാണല്ലോ ഇതിന്റെ പർപ്പസ് എന്ന് ഈ പറയുന്നത്. പറയുന്നത് കുറച്ചുകൂടി നേരത്തെ ഇത് വരണമായിരുന്നു. ഈ അല്ല, ഒരു ഈ സാധനം അപ്ഡേറ്റുകൾ വന്നിട്ടല്ല വരേണ്ടത് എന്നുള്ളത്. അപ്ഡേറ്റുകൾ പോരാ എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും കൂടുതലായിട്ട് കുറയുന്നില്ല അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമ്മുടെ തന്നെ ഈ ലോ ആൻഡ് ഓർഡറിനെയാണ് ഈ പറയണത്. ആയാം അതായത് ഫുൾ ആയിട്ട് നമ്മൾ തിരുത്തി എഴുതപ്പെടേണ്ട രീതിയിലേക്ക് എല്ലാ ഞാൻ പറയട്ടെ, കാര്യങ്ങളും എല്ലാ വരണം. കാര്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും ഈ ഒരു സാമൂഹിക അവസ്ഥകളൊക്കെ മാറുന്നതനുസരിച്ച് അതും അപ്ഡേറ്റഡ് ആയിരിക്കണം. അല്ലാതെ ഏതോ കാലത്ത് ഇത് മതി എന്നല്ല, മനുഷ്യർ മാറുകയാണല്ലോ. അപ്പൊ മനുഷ്യർക്ക് വേണ്ടിയും അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യാനുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളായിരുന്നു വേണ്ടതാണല്ലോ. പക്ഷെ അങ്ങനെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിയമത്തിൽ മാറ്റം വേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. പക്ഷെ അതിൽ മാറ്റം വരേണ്ട ഒരു സൈഡ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവരുടെ മെന്റൽ ഹെൽത്ത് മെഷർ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ, ആ പ്രൊസീജിയർ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് മാറുമ്പോൾ കോൺസിക്വന്റ് ആയിട്ട് ഈ സാധനം മാറുമല്ലോ. ഇല്ലല്ലോ, നിയമം മാറില്ലല്ലോ. കാരണം അവരുടെ മെഷർ ചെയ്യുന്നത് ഇപ്പൊ ഇവരുടെ ഒരു അഡൽട്ടായിട്ട് കൺസിഡർ വേണ്ടാലും ഏജ് മാത്രമല്ലേ ഫാക്ടറിന്റെ ചോദ്യമുള്ളൂ. ബേസിലാണല്ലോ ഇത്ര വയസ്സ് വരെ ഇന്ന കാറ്റഗറി ഇന്ന സംഭവമല്ലോ. അപ്പൊ ആ കാറ്റഗറി മാറ്റപ്പെടുമ്പോൾ ഇവരെ മറ്റേ വേറൊരു സെക്ഷനിലേക്ക് മാറപ്പെടും. അപ്പൊ അഡൽട്ടായിട്ട് അവരെ കൺസിഡർ പണിഷ്മെന്റും കാര്യങ്ങളും കൊടുക്കും. അഡൽട്ടിന് അപ്പൊ അത് നിയമങ്ങൾ മാറുന്നുണ്ടല്ലോ ഒന്നും സംഭവിക്കുന്നത്. അത് ഓൾറെഡി ഇംപ്ലിമെന്റ് ആയെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായി. അങ്ങനെ ഒരു മെന്റൽ ഏജ് എന്നുള്ളത് ബാക്ക്വേർഡ് ഇത്ര ഏജ് മുതലേ ഇവര് ഓക്കെ, ആ 16 to 18 എന്നുള്ളതും ഒന്ന് റീറൈറ്റ് ചെയ്യേണ്ടി വരുന്നു. ചെയ്യേണ്ടി വരുന്ന പറയുന്നത്. അല്ല അതായത് പിന്നെ ഇതൊക്കെ തീരുമാനിക്കാനും കാര്യങ്ങളും എന്തായാലും ഇപ്പോ എല്ലാരും പോൾ ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടി അല്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു ഇപ്പോ സമൂഹത്തിന് ആവശ്യം ഈ നിർഭയ കേസ് നമ്മൾ നമുക്കാണെങ്കിൽ പറയുന്നല്ലോ, നിർഭയ കേസ് എന്നൊരു സൗണ്ടായുള്ള ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഇവര് മാറി ചിന്തിക്കേണ്ടി വേണമെന്നുള്ള ചിന്ത വരുന്നത്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ നോക്കുമ്പോൾ ഇവര് ഞാൻ പറയാ ഒരു ഇത് ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങൾ അനലൈസ് ചെയ്യുന്ന ഒരു ടീം വേണം. എന്തോന്ന് എനിക്കറിയില്ല. കാര്യങ്ങൾ എന്താണ് നടക്കുന്നത് ഇവര് അനലൈസ് ചെയ്ത് ഒക്കെ അല്ല ഈ മാറ്റം. നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ചൈൽഡ്സിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏരിയാസ് ഒക്കെ ഉണ്ടല്ലോ. അതായത് അതന്നെ ഇതില് അതുണ്ട് നമ്മുടെ അത് ഈ കേസിൽ ഓൾറെഡി പറയുന്നത്. ഐ മീൻ ഈ ജുവനൈൽ ആക്ടിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കേസുമായിട്ട് അല്ലെങ്കിൽ കോർട്ടിന്റെ അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനത്തിന്റെ മുന്നിൽ വരുന്ന കുട്ടികളെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ, ഇൻ കോൺടാക്ട് വിത്ത് ലോ, പിന്നെ ചൈൽഡ് ഹു നീഡ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്നുള്ളത്. അതായത് കെയർ ആൻഡ് പ്രൊട്ടക്ഷനിലാണ് നീതി പറഞ്ഞത്. അതായത് ഇപ്പോൾ ഓഫൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാരന്റ്സ് ഒട്ടും ശ്രദ്ധിക്കാതെ അങ്ങനെയൊക്കെയുള്ള പിള്ളേർക്കൊക്കെ എക്സംഷൻ ഓൾറെഡി ഉണ്ട്. കാരണം അവർക്കൊക്കെ അവരുടെ എന്താ പറയാ റീഹാബിലിറ്റേഷനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളും അതുണ്ട്. ഈ 16 to 18 കാറ്റഗറിയില്ലേ നീ പറഞ്ഞ നേരത്തെ ഇങ്ങനെ മാറ്റം വരുത്തണം, കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരുത്തണം എന്നാ പറഞ്ഞത്. നിയമങ്ങൾ മൊത്തം വീണ്ടും ഒന്ന് റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരും. കാലത്ത് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കണം പറഞ്ഞത്. ചെറിയ ചെറിയ വീഡിയോ തന്നെ വന്നത് 10 കൊല്ലം ഒരു സൗണ്ട് ആയിട്ടുള്ള ഒരു കേസ് വന്നിട്ട് മാത്രമായത് അപ്ഡേറ്റ് റീതിങ്ക് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നുണ്ടെന്ന്. അല്ല സംഭവം അറിയാം, നമുക്ക് എല്ലായിടത്തും ഇപ്പോ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എവിടെയും സ്വന്തമായിട്ട് സർജറി, ആ കൊച്ചിനെ സർജറി പെർഫോം ചെയ്യുകയാണെങ്കിൽ പോലും ആ കൊച്ചിന് സ്വന്തമായിട്ട് ഒരു കൺസെന്റ് തരാൻ പറ്റില്ല. അവിടെയൊക്കെ പാരന്റ്സിന്റെ ആവശ്യമാണ്. അല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് പറയാ, എല്ലായിടത്തും കിടപ്പുണ്ട് പറയാ. അപ്പൊ നീ തിരുത്താൻ പോണ എല്ലാ ഭാഗങ്ങളിലും കൂടിയാ, എല്ലാ ഏരിയയിലും കൂടിയാ പോകേണ്ടത് ഇത് പറയാ. ഇത് പറഞ്ഞപ്പോഴാ ഇത് ചില പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ USA, കാനഡ അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ ചില രാജ്യം UK യിലൊക്കെ ചില കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കുട്ടികൾ രാത്രി 10 മണിക്ക് ശേഷം പാർട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് പാരന്റ്സിന്റെ കൺസെന്റ് വേണം. ടാറ്റു ചെയ്യണമെങ്കിൽ പാരന്റ്സിന്റെ കൺസെന്റ് വേണം. കാരണം അവർക്ക് അതിനെപ്പറ്റി അവെയർ അല്ല. അത് കാരണം കൊണ്ടുള്ള ഒരു ഇതും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് റൂൾസും കാര്യം. അപ്പൊ അവിടെയും കൂടി തിരുത്തപ്പെടേണ്ടി വരില്ല പറയാ. ഈ റോളില് മാത്രമായിട്ട് പോരല്ലോ അപ്പൊ എല്ലാ അല്ല, ഭാഗങ്ങളിലും. ഒരു അപ്പൊ സൈഡ് ഇവിടെ പെർട്ടിക്കുലർ ഒരു മോശം സാധനം സംഭവിക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് വരുന്നത്. അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്
അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. നമുക്കിവിടെ ഒരു സമൂഹത്തിനും ബാക്കിയുള്ളവർക്കും മോശമായ കാര്യങ്ങൾ സംഭവിക്കരുത് എന്ന കോണ്ടെക്സ്റ്റാണ് ഇപ്പൊ നീ പറഞ്ഞൊരു ഇവൻ പറഞ്ഞ പെർസ്പെക്റ്റീവ് എന്താ സർജറി വെച്ചെങ്കില് എന്നൊരു കോണ്ടെക്സ്റ്റ് ആണെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നീ തന്നെ പറഞ്ഞത് സ്വന്തമായിട്ട് ആ കൊച്ചിന് താല്പര്യപ്പെട്ടുകൊണ്ട് താല്പര്യമായിട്ട് ഇല്ല, അഭിപ്രായം ഒരു ഇല്ല ഫാമിലിയാണ്. സംഭവം അത് വേറെ തന്നെ കേട്ടോ. വേറെ അത് വേറെ തന്നെയാണ്, തന്നെ വേറെ സിനാരിയോ. തന്നെ അത് സിനാരിയാണ്, മെഡിക്കൽ സിനാരിയോ മെഡിക്കൽ വരുന്നത് സിനാരിയാണ്. മെഡിക്കൽ കേസ് വന്ന് അത് ആവശ്യമാണെങ്കിൽ അത് ചെയ്യണം. ഉം. അല്ല ഞാൻ പറഞ്ഞ അതുപോലെ ഇപ്പൊ എല്ലാ ഭാഗങ്ങളിലും തിരുത്തലുകൾ വരുന്നു പറഞ്ഞെന്ന് മാത്രമേ ഇപ്പൊ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ 18 നമ്മള് ഏജ് എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ 21 അപ്പൊ അത് കുറയ്ക്കണ്ടേ? ചില കാര്യങ്ങളിൽ ചില ഫാക്ടറികൾ അതിനനുസരിച്ചുള്ള ഏജ് ക്യാപ്പാണ് വരേണ്ടത്. അല്ല പിന്നെ ജുവനൈലിന്റെ കേസ് വരുമ്പോ എനിക്ക് മനസ്സിലാക്കാൻ നീ പറയാൻ ശ്രമിക്കുന്നത് ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം റീതിങ്ക് ചെയ്യേണ്ടതിന്റെ മുന്നേ നമ്മൾ കാലാനുസൃതമായിട്ടുള്ള അപ്ഡേഷൻസ് അതിന് ചെയ്ത് വെക്കണം എന്നുള്ളതല്ല അതെ, ഉദ്ദേശിക്കുന്നത്. അതാണ് പറഞ്ഞത്. അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഏറ്റവും ബേസിക് ലെവലിൽ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് തുടങ്ങണം. സ്കൂൾ ലെവലിൽ തന്നെ നമുക്ക് സ്കൂളിൽ എല്ലാ തന്നെ കാര്യങ്ങളിലും ഉള്ള ഇപ്പൊ അവയർനെസ് കൊടുക്കണം. ഞാൻ വേറെ സംബന്ധിച്ച് പ്രോപ്പറായിട്ട് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ഒരു സൊല്യൂഷൻ പോലെ നമുക്കൊരു കിറ്റോ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ കുട്ടികളിൽ മറ്റേ എമ്പതി കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് കൂടെ ഉള്ളതും ഒരു മനുഷ്യജീവനാണ്, അവരെ റെസ്പെക്ട് ചെയ്യണം. അത്തരം കാര്യങ്ങൾ അങ്ങനത്തെ പ്രോഗ്രാംസും ആക്ടിവിറ്റീസും സ്കൂളിൽ തന്നെ ഉണ്ടാവണം. ഇപ്പൊ നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പുറത്ത് വരുമ്പോൾ ഇയാൾക്ക് ഭയങ്കര കാൽക്കുലേഷൻ അറിയും, അങ്ങനത്തെ കാര്യങ്ങളല്ല വേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഉം. ആ ഒരു സൊസൈറ്റിയിലും ഒരു ഇന്ത്യയിൽ പ്രോപ്പറായിട്ട് എല്ലാ ആളുകൾക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ചെയ്യല നല്ല വാല്യൂ ആയിട്ടുള്ള സിറ്റിസൺസിനാണ് പുറത്തേക്ക് വിടേണ്ടത്. ഇതിനൊപ്പം നിയമവശങ്ങളും കുറച്ചുകൂടി അവെയർ ആക്കി നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് നിയമപാഠം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമുക്കൊരു നിയമപാഠം ഒരു നമുക്കൊരു ബുക്ക് പോലെ ഉണ്ടായിരുന്നു, സ്കൂളിൽ നിയമപാഠം ചെറിയ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു. ബുക്ക് ഉണ്ടായിരുന്നു. ബുക്ക് ഫ്രീ ആയിട്ട് സംതിങ് എന്തോ. പക്ഷെ അത് നോക്കിയിട്ട് തന്നെ എഴുതാമായിരുന്നു നമുക്ക്. അതായത് ക്വസ്റ്റ്യൻ അതെ, ചോദിക്കുമ്പോൾ തന്നെ നോക്കിയിട്ട് തന്നെ നോക്കിയിരുന്ന പരിപാടി നോക്കി എഴുതുന്ന പരിപാടിയായിരുന്നു. എന്റെ അറ്റ്ലീസ്റ്റ് ഓർമ്മയിൽ അത് പോലും അങ്ങനെയെങ്കിലും അറിഞ്ഞോട്ടെ എന്നുള്ള ഇപ്പോഴും രീതിയിലേ ഉണ്ട് ഉള്ളൂ. അവിടെ നിയമപാഠം നിയമപാഠം എന്ന് പറഞ്ഞ ബുക്കുണ്ട്, ചെറിയൊരു ബുക്കുണ്ട്. അത് എല്ലാ ലോസിനെ പറ്റിയിട്ട് അല്ല അതിന് അത്യാവശ്യം അറിയേണ്ടതാണ്. അതുകൂടി കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കട്ടെ. അതായത് ഒരു ഞാൻ കാര്യം പറയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഭാവി, എത്ര പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും, അതുകൂടെ അവയർനെസ് കൂടിയും കൊടുത്തപ്പം ഇതുവരെ കണക്റ്റല്ല. പക്ഷെ സെക്സ് എഡ്യൂക്കേഷൻ കണ്ടിട്ടില്ല. അപ്പൊ മൊത്തത്തില് എല്ലാ ഗവൺമെന്റും നന്നായിട്ട് ഇനിഷ്യേഷൻ എടുത്തിട്ട് അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയില്ല. അതേപോലെ നിയമപരമായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ പിന്നെ കൂടി ഇത് അറ്റ്ലീസ്റ്റ് സെക്സ് എഡ്യൂക്കേഷൻ സംഭവം ഇപ്പത്തെ സ്ഥിതിയെ അറിയില്ല. അപ്പൊ നമ്മളൊക്കെ ആ ഈ റിപ്രൊഡക്ഷൻ സാധനം കംപ്ലീറ്റ്ലി ആ, സ്കിപ്പ് ചെയ്തിറങ്ങി. എന്നിട്ട് നമുക്ക് വേറെ സെക്ഷൻ പോലെ ഇത് പഠിപ്പിക്കാൻ വേണ്ടിട്ട് സാറൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പൊ അത്രക്ക് അല്ല അത് ഇമ്പ്രൂവ്മെന്റ് തന്നെയാണല്ലോ സംഭവമാണ്. വേണ്ടത്. ഇപ്പൊ നമ്മള് അവിടുത്തെ സിറ്റുവേഷൻ സെക്സ് എഡ്യൂക്കേഷൻ പറഞ്ഞിട്ട് ഒരു പേപ്പറോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കാനുള്ള സാഹചര്യം എത്തിയില്ലേ. അല്ല ഇത് ഞാൻ കാലാനുസൃതമായിട്ട് പറയുന്നത് വരുന്ന ഇപ്പൊ അപ്ഡേഷൻസ് അല്ലേ. ടീച്ചേഴ്സ് അതുപോലെ ഒക്കെ നിയമത്തിലും ഇതെന്തോ വരണം. മറ്റേ ടാബു സബ്ജക്ട് പോലെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ട് അറിയാ. ഇവനെ ബയോളജി പഠിച്ചിട്ടേ ഇല്ല. അല്ല ഇത് മാത്രല്ല, ബാക്കി ഇപ്പോ ഒരു വേറൊരുത്തനെ ഹാം ചെയ്യുന്ന രീതിയിലുള്ള ട്രാഫിക് റൂൾസ് എല്ലാം ഉം. ഞാൻ പറഞ്ഞ അതൊക്കെ എന്തായാലും ഒരുത്തൻ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും വാഹനങ്ങൾ ആശ്രയിക്കുക പഠിക്കണം, എന്തായാലും ചെയ്യും. ആശ്രയിക്കേണ്ടി വരും. നീന്താൻ അപ്പൊ പഠിക്കണം, നിയമങ്ങൾ എന്തായാലും പറഞ്ഞിരിക്കണം. അതൊക്കെ മിനിമം ആയിട്ടുള്ള ഒരു കാര്യങ്ങളില്ലേ. ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കണ ഫിനാൻഷ്യൽ ഫ്രീഡം, അതൊക്കെ ബേസിക്സ് ആണ്. ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല അറിയില്ലേ. ഇപ്പൊ ഞാൻ വേറെ കുറെ കുട്ടികൾ ഭയങ്കര ആക്റ്റീവാണ്, ഗെയിംസ് കളിക്കുകയാണ്. അത്തരത്തിലുള്ള ഗെയിമുകളുണ്ട് പറയുന്നുണ്ട്. ഉം ഉം. ഇപ്പൊ ഒരു അണ്ടർടെയിൽ പറഞ്ഞൊരു ഗെയിം ഉണ്ട്, പിന്നെ ഒരു ദ ഡ്രാഗൺ ആൻഡ് ക്യാൻസർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ ലൈഫിലെ സിറ്റുവേഷനുകളും ബാക്കിയുള്ള ആളുകളോട് എമ്പതി എങ്ങനെ ഓരോ ഡിസിഷനാണ്. ഇപ്പൊ ഈ അണ്ടർടെയിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം, ക്രൈം ആണോ വേണ്ടത്, ഹ്യൂമാനിറ്റി ആണോ വേണ്ടത് ഉം ഉം ഉം. അങ്ങനെ ആക്ട് ചെയ്യാന്നുള്ള ടൈപ്പ് അതായത് ഗെയിംസ് ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സ്റ്റോറി 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 പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പറഞ്ഞ പോലെയാ. അപ്പൊ അങ്ങനെ ഒരു കുട്ടി കളിച്ചിട്ട് ആ കുട്ടി പോയ വഴി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഇത് ചൂസ് എവിടേക്ക് പോകുള്ളത്. ചെയ്യുന്നുള്ളത്. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തല്ലേ. നമ്മൾ എല്ലാവരോടും ഒരു കുറച്ചൊരു സ്നേഹം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു. മറ്റത് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കണ്ണിച്ചോഹില്ലാത്ത ഇത്തരം പ്രവൃത്തി എന്ന് പറയുമ്പോ എമ്പതി മാത്രമേ എമ്പതി ഇതൊക്കെ ഓക്കെ. പക്ഷെ അതേപോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. ഒന്നും വേണ്ട, ഒരു വണ്ടിയിൽ പോകുമ്പോൾ ആവശ്യമില്ലാണ്ട് ഹോൺ അടിക്കുക. നമ്മുടെ റൂമിൽ എന്റെ സ്വാതന്ത്ര്യം മറ്റും ഞാൻ എന്റെ റൂമിൽ ഫുൾ സൗണ്ടിൽ പാട്ട് വെച്ചാൽ അതുപോലെ ശരിക്കും അപ്പുറത്തുള്ള ആളുടെ പ്രൈവസി ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞത് അതൊക്കെ ഇവിടുത്തെ നിയമങ്ങളിലെ പോലെ പോരായ്മ ഉണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തന്തവൈബക്ക് വലിച്ചു കിട്ടും. അതാ അൺബലീവബിൾ അല്ല, സെൻസിബിൾ. ബാക്കിയുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഇവിടെ അല്ല കാണിക്കുന്ന ഇപ്പൊ ഇവിടെ അല്ല നമ്മൾ തന്നെ വേറെ കാര്യം ഫേമസ് ഒരു പറയും. കോട്ടുണ്ട്. ഐ മീൻ ഇവിടെ പബ്ലിക്കായി കിസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാச்சு. ഉം. പക്ഷെ തുപ്പം കുഴപ്പമില്ല. അതാ പറഞ്ഞേ, സാധനങ്ങളെല്ലാം വെറുതെ വലിച്ചെറിയുന്നുണ്ട്. വലിച്ചെറിയാ, റോട്ടിൽ ഇതാക്കുക. അല്ല അല്ല അതിൽ വേറെ പബ്ലിക്കായിട്ട് സൈഡ് ഉണ്ട്. എവിടെ കൊണ്ടിടാൻ യൂറിനേറ്റ് സ്ഥലം എവിടെ ചെയ്യുന്നുണ്ട് യൂറിനേറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഗാർബേജും കാര്യങ്ങളും ഉണ്ട്. അതിനല്ലേ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹരിതകർമ്മസേന കൊണ്ടുപോയിട്ട് ഈ സാധനം പ്ലാസ്റ്റിക് എല്ലാം ഇപ്പൊ കുറെ സംഭവങ്ങൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ. വന്നുണ്ട്. ഇപ്പൊ കൊണ്ടുപോകുന്നുണ്ടല്ലോ, പുറമെ എല്ലാ മറ്റു വീട്ടിൽ നിന്നും സാധനങ്ങൾ. ഓക്കെ, കൊണ്ടുപോകുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞ പെർസ്പെക്റ്റീവ്. പിന്നെ ഇപ്പൊ നമ്മളൊരു പാർക്കിൽ പോയാലോ ബീച്ചിൽ പോയാലോ പ്രോപ്പറായിട്ട് അല്ല അവിടെ ഗാർബേജും പ്രോപ്പർ കാര്യങ്ങളും ഡസ്റ്റ്ബിൻ ഒക്കെ വേണം. അതായത് അല്ല ഡസ്റ്റ്ബിൻ ഡസ്റ്റ്ബിൻ വേണം. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ അല്ല ഞാൻ ഇടുന്നത് പറയാം, ശരിയാന്നല്ലട്ടോ പറയുന്നത്. അല്ല ഞാൻ അതൊരിക്കലും പറയുന്നത് അംഗീകരിക്കാൻ അത് പറ്റുന്ന കാര്യം തന്നെ. പിന്നെ പ്രോപ്പറായിട്ട് ഫുഡ് വേസ്റ്റുകളെല്ലാം നിയമങ്ങൾ വെറുതെ കൺസ്ട്രക്ട് എടുത്തിട്ട് ചെയ്യേണ്ട ഇട്ടിരുന്നു. സംഭവമാണ്. പേടിയില്ലാണ്ടത് എങ്ങനെയൊക്കെ നമുക്ക് പോവാ. ഈ പലരും പറയും അത്രേ ഉള്ളൂ ഇത് അത്രേ എന്നുള്ളത്. ഉള്ളൂ.
ഇന്ത്യയിൽ കടന്ന് കളിക്കുന്ന പോലെ മറ്റേ എനിക്ക് സന്തോഷ് പെട്ടെന്ന് ബോഗൻവില്ലയിൽ അത്രയുള്ളൂ ഓർമ്മ ആ വന്നു. ഇപ്പൊ ജോർജ് സന്തോഷ് ജോർജ് വന്നില്ലേ ഇവിടെ കിടന്ന് കളിക്കുന്ന പോലെ വേറെ എവിടെ കളിക്കാൻ പറ്റില്ല. ഇപ്പത്തെ അങ്ങനെയാണ് കാര്യങ്ങൾ. അത്ര ഒരു സ്ട്രക്ചർ എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വെഹിക്കിളിന്റെ കാര്യം പറയുമ്പോൾ വല്ലപ്പോഴൊക്കെയാണ് അവര് ചെക്ക് ചെയ്യാൻ നിൽക്കുന്നത്. ആ സമയത്ത് അതെപ്പോ പിടിക്കപ്പെടുന്നു മന്ത് എന്നല്ലാതെ എൻഡിൽ ടാർഗറ്റ് ചെയ്യേണ്ട ടൈം വരുമ്പോ എപ്പോഴാണാവോ ഞാൻ പറഞ്ഞത് അതുപോലെയൊക്കെ നിൽക്കണത്. അങ്ങനെയൊക്കെ മാത്രമാകുമ്പോ പിന്നെ ക്യാമറയിൽ പിടിക്കുന്നത് ഇപ്പൊ ഫൈനൊക്കെ ഉണ്ടോ ഇപ്പൊ ഫൈനൊക്കെ വരുന്നുണ്ടോ? നല്ലതുണ്ട്. ഞാൻ പക്ഷെ വേറെ നമ്മൾ ഈ ഇഷ്ടം പോലെ ബസ്സുണ്ടല്ലോ പുക പോണാണ്. ബാക്കിൽ പോവാൻ പറ്റില്ല അറിയില്ലേ. ബസ്സിൽ പോണ പോകാം. സ്കൂൾ ബസ്സിൽ പിള്ളേരെ കൊണ്ടുപോകണ കണ്ടിട്ടുണ്ടോ? പൊല്യൂഷൻ കത്തി അല്ല നടക്കും. പിള്ളേരെ കൊണ്ടുപോകണ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ പുതിയ ഭാരത് സ്റ്റേജ് 4ഓ 6ഓ 5ഓ ആ ആ വെഹിക്കിൾസിനൊക്കെ പൊല്യൂഷൻ ഇല്ലാന്നില്ലേ, പൊല്യൂഷൻ ടെസ്റ്റ് ഒന്നും ഇല്ലല്ലോ എല്ലാം ഇവിടെ ഇനി. ഓടുന്ന വണ്ടികൾ ആ അല്ല വണ്ടികളാണല്ലോ. പഴയ അല്ല ഞാൻ പറഞ്ഞ പഴയ ഇപ്പൊ വണ്ടികൾ നമ്മുടെ അതൊക്കെ സിസ്റ്റത്തിലുണ്ടല്ലോ, ഇപ്പൊ ഏത് സ്കൂളായാലും കോളേജ് ബസ്സായാലും ഒക്കെ എന്താ ചെയ്യുന്ന അറിയോ? പ്രൈവറ്റ് ബസ് അതിന്റെ ഇതും കഴിഞ്ഞ് ഒഴിവാക്കിയ പ്രൈവറ്റ് ബസ്സുകളല്ലോ, അതെടുത്തിട്ടാണ് മഞ്ഞ പെയിന്റ് അടിച്ചിട്ട് സ്കൂൾ ബസ്സായിട്ടും കോളേജ് ബസ്സായിട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. സേഫ്റ്റി ഒന്നും സംഭവമില്ല. ഇവിടെ വെഹിക്കിൾസിന് എത്ര വെഹിക്കിൾസിന് സേഫ്റ്റി റേറ്റിംഗ് മീറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, നമ്മൾ ജൂനിയർക്കിനെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ വിഷയം ഒരുപാട് മാറിപ്പോയി. കാരണം നിയമങ്ങൾ പലതും അല്ല സപ്പോർട്ടീവ് ആയിട്ട് വിഷയം നടക്കുന്നതാണ്. മാറിയിട്ടൊന്നുമില്ല. നിയമങ്ങൾ എന്തായാലും കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യണം എന്ന് അപ്ഡേറ്റ് മാത്രം തന്നെ ചെയ്യണം. പറഞ്ഞിട്ടുള്ളൂ. വേറെ നമ്മളൊക്കെ ശരിക്കും ചെറുപ്പത്തിലൊക്കെ ഓർമ്മ ഉണ്ടോ? ഞാനൊക്കെ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ എന്റെ വീട് അപ്പൂന്റെ അതന്നല്ല സിനിമ ഉണ്ടായിരുന്നു, മറ്റേ ജയറാമിന്റെ കഥ. ആ സിനിമയിലാണ് ജൂനിയർ ജസ്റ്റിസിനെ പറ്റി പറയണതല്ലേ? ഉം. അല്ല ആ സിനിമയിലാണ് സത്യം ഞാൻ ശരിക്കും ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സ്കൂൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ചെറുതില്ല 4, 5, 6 ക്ലാസ്സിലേറ്റ പഠിക്കുന്ന സമയത്തേറ്റ പോകുന്നുണ്ട്. ആ സമയത്ത് സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ ഒരു പയ്യൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. നമ്മളെക്കാളും ചെറിയ പയ്യനെ ഭയങ്കരമായിട്ട് തന്നെ വെറുതെ തോണ്ടുക, പിടിക്കുക, പിച്ചുക എന്നുള്ള അങ്ങനെയൊക്കെ ഇല്ലേ. 2 ക്ലാസ് താഴെയാ. കണ്ണടച്ചൊന്നും കൊടുക്കും. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നുകൊണ്ടിരിക്കുക. അതായത് തുടക്കത്തിലൊക്കെ രസിച്ചു പോട്ടെ മോനെ എന്നൊക്കെ പറഞ്ഞു. പറയുമ്പോ അവന് പിന്നെയും പിന്നെയും കൂടുകയാണേ. രൂക്ഷമായപ്പോ ഞാൻ പിന്നെ അവന്റെ കഴുത്ത് രണ്ടും പിടിച്ചിട്ട് പോക്കി പോലെ കാണിച്ചു കേട്ടോ. പോക്കി, അതായത് കഴുത്ത് പിടിച്ച് പോക്കി. കുറച്ച് അധികം നേരം വെച്ചു. അതായത് കുറച്ച് അധികം നേരം എന്നല്ല, 1, 2, 3 സെക്കൻഡ്, അതിനപ്പുറമൊന്നും പോയിട്ടില്ല. ഈ പിടിച്ചത് കുറച്ച് സ്ട്രോങ് ആണെന്ന് അവന് മനസ്സിലായി. അവൻ അപ്പൊ തന്നെ മരിച്ച പോലെ കിടന്നു. അതന്നെ. ഞാൻ അത് കണ്ട് പേടിച്ചു കേട്ടോ. ഞാൻ ഒരു സുപ്രഭാതത്തില് എന്റെ സകല ലോകം കണ്ടെന്ന് ഇറങ്ങിപ്പോന്ന് പറയില്ലേ. ചെറിയ ക്ലാസ്സിലാ. പിന്നെ വീട്ടിലെത്തി. ഇവൻ വീടെത്തിയപ്പോ, ഇവന്റെ സ്ഥലത്തിയപ്പോ ഇവൻ മെല്ലെ ഒരു സുഖമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇറങ്ങി പോവുക ചെയ്തു. അപ്പോഴും എന്റെ മനസ്സ് കിടപ്പുണ്ട്, ഇവൻ എന്തെങ്കിലും പറ്റുമോ ഈശ്വര, പിടിച്ചിലെന്തോ പറ്റിയിട്ടുണ്ട്. എന്തോ പറ്റിയോന്നല്ലേ. അതിന്റെ അതുപോലെ ആക്ടിവിറ്റി എല്ലാം കുറഞ്ഞു. ഞാൻ വീട്ടിലെത്തിയിട്ട് എനിക്കാണെങ്കിൽ സ്വൈര്യമില്ല. ഇവൻ എന്ത് പറ്റിക്കാണു, ഇവനാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പൊ സ്കൂൾ ബസ്സിൽ ഏതോ ഒരു റാൻഡം പയ്യൻ അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ അത്ര ഒന്നുമില്ല. ആ പരിചയപ്പെട്ട പരിചയം തന്നെയുള്ളൂ, അതിനപ്പുറമുള്ള പരിചയമൊന്നുമില്ല. രാവിലെ വരെ വെളുപ്പിച്ച കഥ എനിക്കറിയാന്ന് പറയില്ലേ. ഇതേപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോ പതിവില്ലാതെ കുറെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുക റോഡിൽ കൂടെ. വണ്ടികൾ പോകുമ്പോ സ്വാഭാവികമായിട്ട് എന്താ, തീർന്നു. എന്തോ മരണം നടന്നു, അവന്റെ ചെയ്തെടുക്കാനായി, അങ്ങനത്തെ ആ ലെവൽ വരെ ചിന്തിച്ചു കൂട്ടിയതാ. വെറുതെ ചിന്തിച്ചു കൂട്ടിയതാ ആ സിനിമയുടെ ഒറ്റ ബേസ് കാരണം കൊണ്ട്. എന്നിട്ടെന്താ, ബസ് കയറി ഞാൻ ഡ്രൈവറോട് പറഞ്ഞു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാനൊരാളെ കൊന്നു. എന്റെ ഒരാളുടെ കൊന്നു. ഒക്കെ തമാശ, ഇപ്പൊ പറയുമ്പോ തമാശ, ആ സമയത്തെ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോ നമുക്ക് അതൊന്നുമല്ലല്ലോ. അവിടെ എത്തിയപ്പോഴാണ് ചെക്കെന്താ ചാടി തുള്ളി വരുന്നു, ഒരു കുഴപ്പമില്ലാതെ. ഒന്നുകൂടി കൊടുത്തു പോയിട്ട് ഇല്ല ദേഷ്യം. ഒന്നുമില്ല. ഞാൻ നീ പറഞ്ഞു ഒരുത്തന്നെ എന്റെ മോനെ നീ ഒരുത്തൻ കാരണം കൊണ്ട് എന്റെ സമാധാനം പോയതൊന്നുമില്ല, വേറെ ഒന്നും പറഞ്ഞില്ല. അല്ല, അതന്നെ നമ്മളൊക്കെ ആ സിനിമ ബേസിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ അല്ല ഇന്ത്യ അത്രയും പേടി എല്ലാവരും എനിക്കുണ്ടായിരുന്നു. അതാ പറഞ്ഞു ആ സമയത്ത് അന്ന് ഇത്രയും പക്ഷെ ഇപ്പത്തെ അന്ന് അല്ല നോർമലി ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ്. നീ നേരെ പോയിട്ട് ഗൂഗിളിൽ നോക്കും, ഓക്കെ ഇത്ര എന്തൊക്കെ സംഭവം ഉണ്ടാകാൻ പോവാണ്, അത് സംഭവം നോർമലി സെർച്ച് ചെയ്യാം. അതിനേക്കാൾ മുന്നേ വാട്സപ്പ് ഗ്രൂപ്പ് കയറിയിട്ട് അവന്റെ നമ്പർ എടുത്ത് അവന്റെ വീട്ടിൽ വിളിച്ചു നോക്കും, അവൻ എങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട് മോനെ, കുഴപ്പമൊന്നുമില്ല, ഓക്കെ സന്തോഷം. എനിക്കൊക്കെ ഈ പറഞ്ഞ തന്നെ ആയിരുന്നു. മറ്റേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ പോലീസ് ജീപ്പ് കാണാൻ, പോലീസിനെ കാണുമ്പോ ഭയങ്കര പേടിയുള്ള സാധനമായിരുന്നു. അതിന്റെയും ആ ഫിലിം ഒരുവിധം എല്ലാവർക്കും പേടി തന്നെയാണ് അത്. പിള്ളേര് മറ്റേ വളർത്തുമ്പോ തന്നെ പോലീസുകാരും പിടിച്ചോണ്ട് പോകും. പിടിച്ചോണ്ടോ. അത് പണ്ട് അതാണ് ഇപ്പോഴും പറഞ്ഞത്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നുമില്ല. ഒരു പേടിയില്ല. അതിന്റെ തന്നെ കുഴപ്പമെന്ന് പറയുന്നേ. ഇവര് വളർന്ന സാഹചര്യം ഇവർക്ക് അത്ര ഫേവറബിൾ എന്തെങ്കിലും നിയമങ്ങൾ വെച്ചാൽ ഈ ക്യാമറ പിടിച്ചിട്ട് ഇവർക്ക് എഗൻസ്റ്റ് തിരിക്കാനുള്ള ചിന്തകളല്ല അവർ ചിന്തിക്കുന്നത്. അല്ല, പോലീസുകാരാണെങ്കിലും ഉണ്ടാകാറുണ്ട്. തെണ്ടിത്തരം കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ കുട്ടികളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ അവർ അതിര് കടന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മെഷർമെന്റ് എന്താണോ എടുക്കേണ്ടത് അത്തരത്തിലുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു തുടങ്ങണം. ഇപ്പൊ സ്കൂളിലാണെങ്കിലും ഈ കുട്ടികൾക്കിടയിൽ ഒരു ഹ്യൂമാനിറ്റി കൺസേൺ വരുത്തുന്ന ആക്ടിവിറ്റീസ് ഒരു കൂടുതലായിട്ട് കൊണ്ടുവരണം. പിന്നെ ഇപ്പൊ ഈ അബ്യൂസീവ് കണ്ടന്റും കാര്യങ്ങളും വരുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാനൊരു എവിടെ വായിച്ചാണ് കുറച്ച് എന്താ അങ്ങനെ ടെസ്റ്റ് ചെയ്യാനുള്ള കുട്ടികളുണ്ട്. കോസ്റ്റ്ലി ആണെങ്കിൽ പോലും ഞാൻ പറയുകയാണെങ്കിൽ ഒരു 5-6 മാസം കൂടുമ്പോൾ സ്കൂളിൽ ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് സ്കൂളുകാർ. ഇത്തരം കാര്യങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ഫണ്ട് വാങ്ങിച്ചിട്ട് അത് കുട്ടികളെ ചെയ്തുകൊണ്ട് തെറ്റില്ലെന്ന് ഗെയിം മനസ്സിലായി. കളിച്ച് ടെസ്റ്റ് ചെയ്യണം. ഗെയിമല്ല അത്,
നമ്മുടെ ബോഡിയിലോ ബ്ലഡിലോ ഒക്കെ അബ്യൂസീവ് ആയിട്ടുള്ള കണ്ടൻസുകൾ ഉണ്ടോ സ്ക്രീനിങ് പോലെയാടാ. സ്ക്രീനിങ് പോലെ ഒരു 6 മാസം. അപ്പൊ ഒരു പരിധി കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടല്ലോ. പക്ഷെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും ഈ പറഞ്ഞ പോലെ. അതായത് ആയിരിക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തുകൊണ്ട് കുറച്ച് എത്ര ആക്കാന്നുള്ളത്. സ്കൂളിങ്ങിനകത്ത് കാരണം അത് ആ ഒരു 18 വയസ്സ് ഈ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഇത്തരം മെഷർമെന്റ് എടുത്താൽ മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല സിറ്റീസണായിട്ട് മാറും. അത് ബേസ് നമ്മൾ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഉണ്ടാണ്. അപ്പോൾ എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളും നമ്മുടെ കൊച്ചു ലോകളാണെങ്കിൽ പോലും അതെല്ലാം ഈ ചൈൽഡ്ഹുഡ് ആ സമയത്ത് തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ആയിരിക്കും. പിന്നെ ഇതിന് നമ്മളിപ്പോ കേരളത്തിലേക്കാണ് ഇപ്പൊ പഠിത്തം വന്ന സംഭവം തന്നെ പ്രോപ്പർ ആയിട്ടുള്ളൂ. പുറമേകളിൽ ബേസിക് സ്കൂൾ പോലും നോക്കാത്ത സംഭവം. ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ടൊരു ലേഡിയുടെ സംഭവം കാണിച്ചാൽ പെൺകുട്ടി ഭയങ്കര ട്രെൻഡിങ് ആയി. അപ്പൊ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടി സ്കൂളിലേക്ക് പോയിട്ടില്ല. ഹോം സ്കൂളിംഗ് ആയിരിക്കും അവിടെയൊക്കെ. ഹോം സ്കൂളിംഗ് അല്ല, ആ ഇല്ല, വീട്ടുകാരൻ്റെ കുട്ടിയെ കുറെ ഒരു ഫാമിലി കുറെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇത്രയും ആൾക്കാരുടെ എഡ്യൂക്കേഷൻ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ അതെല്ലാം കുട്ടികളെ നമ്മുടെ നാട്ടിൽ ഹോം സ്കൂളിംഗ് എപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ. ഹോം സ്കൂളിംഗ് നടക്കുന്നതായിരിക്കും. സ്കൂളിൽ വിടാണ്ട് ഉം. വെറും ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളും മാത്രമായിട്ട് പഠിക്കുന്ന പിള്ളേർ പ്രശ്നം. ഇത് അത്തരത്തിൽ സ്കൂളേ ഇല്ല, ഒന്നുമില്ല, യാതൊരു എഡ്യൂക്കേഷനും ഇല്ല, ഒന്നുമില്ല. അത് അത്തരം സിറ്റുവേഷൻ അവരെങ്ങനെ സർവൈവ് ചെയ്യുക സൊസൈറ്റി? ആ കുട്ടി കുംഭമേളയ്ക്ക് സാധനം വിറ്റുകൊണ്ടിരിക്കുകയാണ്, മലയിലും കാര്യങ്ങൾ. ഓ, അപ്പൊ ബേസിക് നോളജ് ഇല്ല. സമയത്ത് നമ്മുടെ കേരളത്തിലാണ് ഇപ്പൊ ഷെലർ ലീവിങ് ആക്കിയിട്ട് നമുക്ക് മാത്രമേ ഇത്തരത്തിലും കാര്യങ്ങൾ പോസിബിലിറ്റി പോലും വരുള്ളൂ, പോസിബിലിറ്റി പറ്റുന്ന രീതിയുള്ളത്. അവിടെ പറഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്ക് ഫ്രീ കാര്യങ്ങൾ കുറെ ഫെസിലിറ്റീസ് ഉണ്ട്. ബാക്കി ഇവിടെ ഉണ്ടോന്ന് അറിയാം. അവിടെ പക്ഷെ ആ മോട്ടീവ് ഇല്ല, കുട്ടികളെ സ്കൂളിലേക്ക് വിടണം, എത്ര ആക്കണം എന്നുള്ളൊരു സംഭവം ഇല്ല. ഇവിടെയാണ് ആ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ അത്തരം പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഡെവലപ്മെന്റ് ഞങ്ങൾ ചെയ്ത് അതിനെന്തോ ഇനിയിപ്പോൾ ഫണ്ട് അലൊക്കേറ്റ് വന്നു കഴിഞ്ഞാൽ അതും ചെയ്ത് ചെയ്യാൻ പറ്റുള്ളതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള നമ്മൾ പിന്നെ നടന്നുകൊണ്ടേയിരിക്കും. നിയമത്തിലും കാലാനുസൃതമായ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ? ഇത് വേണം. അടുത്തല്ലേ